സെക്സ് എന്ന് പറയുന്നത് ഏതൊരു ജീവിയുടെയും ബേസിക് ആയിട്ടുള്ള നീഡാണ്. ഇപ്പം നമുക്ക് ഓക്സിജൻ പോലെ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്ന പോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. ഈ ചില കുട്ടികളൊക്കെ പബ്ലിക്കായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് വിഷമങ്ങൾ പേരൻസും ടീച്ചേഴ്സും ഒക്കെ അനുഭവിക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. ഡിവോഴ്സ് റേറ്റുകൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുറെ കൂടി അവയർനെസ് ആയി. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ഐഡിയാസൊക്കെ ഉണ്ട് എന്നൊക്കെ സ്ത്രീകൾ വിചാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഡിവോഴ്സ് റേറ്റുകളൊക്കെ കൂടി തുടങ്ങുന്നത്. കുട്ടികൾ പഠിക്കാതിരിക്കുക എന്ന് പറയുന്നതോ കുട്ടികൾ ഒരു ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതിരിക്കുന്നതൊന്നും കുട്ടിയുടെ പ്രശ്നമല്ല, അത് എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ടീച്ചറാണ് അത് പഠിക്കേണ്ടത്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സെൻസിറ്റിവിറ്റി ഇഷ്യൂസൊക്കെ ഉള്ള കുട്ടികൾ പാഡൊക്കെ ഉപയോഗിക്കാൻ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നറിയോ? അവർ പാഡ് ഉപയോഗിക്കാത്ത കുട്ടികളുണ്ട്. ഇപ്പോൾ പുറകെ നടന്ന് പാരൻസ് തുടച്ചു കൊടുത്തുകൊണ്ട് നടക്കുന്ന ഇത്ര ഭീകരമായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ പോണ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടേ. നമസ്കാരം. ഇന്നത്തെ ചാറ്റ് വിത്ത് എക്സ്പേർട്ടിൽ നമുക്കൊരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഗസ്റ്റ് ഉണ്ട്. ഷീസ് എ സൈക്കോളജിസ്റ്റ്, അതുപോലെ തന്നെ SEK സെക്സ് എഡ്യൂക്കേഷൻ കേരള എന്ന ഓർഗനൈസേഷന്റെ കോ-ഫൗണ്ടറാണ്. ന്യൂറോ ഡൈവേർജന്റ് ആയിട്ടുള്ള ആളുകളുടെ ഇടയിൽ വളരെ സമഗ്രമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ വെൽക്കം ടു ചാറ്റ് വിത്ത് എക്സ്പേർട്ട്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്ത സമയത്ത് അതിന് താഴെ വന്നൊരു കമൻ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഒരു അമ്മ കമൻറ്റ് ചെയ്തതാണ്. ഇതൊക്കെ നിങ്ങൾക്ക് സാധാരണ കുട്ടികളുടെ കാര്യത്തിൽ പറയാം, പക്ഷേ സ്പെഷ്യൽ കിഡ്സിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടിയുടെ പേരൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഈ പറയുന്നത് പോലെ എളുപ്പമല്ല എന്നൊരു കമൻറ്റ് കണ്ടു. ദാറ്റ് വാസ് ഭയങ്കര നമുക്ക് അപ്പോഴാണ് ശരിക്കും എനിക്ക് പോലും ആ ഒരു പോയിന്റ് ഹിറ്റ് ചെയ്തത്. വി ആർ വർക്കിംഗ് വിത്ത് ന്യൂറോ ഡൈവേർജൻറ്റ് പീപ്പിൾ അല്ലെ, കുറേ കാലമായിട്ട് അവരുടെ ഇടയിൽ വർക്ക് ചെയ്യുന്ന, അതും സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷനിൽ വളരെ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കുറേ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് കിട്ടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതെ, ചിലപ്പോൾ ചില കാര്യങ്ങളിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം അങ്ങനെ കറക്റ്റായിട്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമല്ലല്ലോ. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് തന്നെ മനുഷ്യരെ വളരെ വ്യത്യസ്തരായിട്ട് കാണുക എന്നുള്ളൊരു സംഗതിയാണ്. ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറഞ്ഞ ടേം വന്നത് തന്നെ നമ്മൾ ഇത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്ന ഇപ്പം ന്യൂറോളജിക്കൽ ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ, അല്ലെങ്കിൽ അത്തരത്തിൽ പല ഡൈവേഴ്സ് ആയിട്ടുള്ള പേരുകളും ക്ലാസിഫിക്കേഷൻസൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ അതിൽ നിന്ന് മനുഷ്യരെല്ലാവരും വ്യത്യസ്തരാണ്. എല്ലാ ആളുകളെയും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള വ്യത്യസ്തരായിട്ടുള്ള സ്കിൽസും അവരുടെ നോളജും ഒക്കെ വെച്ചിട്ട് അങ്ങനെ വ്യത്യസ്തരായിട്ട് കാണുന്ന ആ വ്യത്യസ്തതകളെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം എന്നുള്ള രീതിയിലാണ്. അതിപ്പം ഗ്ലോബലി നോക്കുകയാണെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളിലും ഈ വ്യത്യസ്തതകളെ അംഗീകരിക്കാനായിട്ട് എപ്പോഴും ഒരു പ്രശ്നമുണ്ടല്ലോ. എല്ലാവരെയും നോർമലൈസ് ചെയ്യാനുള്ള ഒരു ശ്രമം എല്ലായിടത്തും ഉണ്ട്. ഒരു വര വരച്ചിട്ട് ആ വരയ്ക്ക് പാകമാവുന്ന രീതിയിൽ ആളുകളെ കൊണ്ടുവരാം. അപ്പം എസ്പെഷ്യലി സെക്സ് എഡ്യൂക്കേഷൻ പോലെയുള്ള ഒരു ടോപ്പിക്കിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് വലിയ പ്രശ്നമാണ്. കാരണം അതിൻ്റെ പിന്നിലുള്ള കുറേ ടാബു, കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പം ഞാൻ ഇതിനു മുമ്പ് ഒരിക്കലും ഇൻക്ലൂസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ ഒരു സെഷൻ എടുത്ത സമയത്ത് ഒരമ്മ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ വിളിച്ചിട്ട് അമ്മ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് 14 വയസ്സുള്ള ഒരു മോനുണ്ട്, അവന് കുറച്ച് ഇൻ്റലക്ച്വൽ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടിയാണ്. അപ്പോൾ ഇവൻ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ്, കുറേ ആളുകളുണ്ട്, എല്ലാവരും ഭയങ്കര സപ്പോർട്ടീവായിട്ടുള്ളൊരു കൂട്ടായ്മയായിരുന്നു. ഞാൻ വളരെ സമാധാനമായിട്ടാണ് ജീവിച്ചുകൊണ്ടിരുന്നത്. സിംഗിൾ മദറാണ്. കാരണം ഹസ്ബൻഡ് ഈ കുട്ടിക്ക് ന്യൂറോ ഡൈവേഴ്സ് കണ്ടീഷനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം ഹസ്ബൻഡ് ഇട്ടിട്ട് പോയി. അപ്പോൾ ഇവർ തന്നെ കഷ്ടപ്പെട്ടിട്ടാണ്. അപ്പോൾ 14 വയസ്സ് വരെ മോനെ വളർത്തി, അടുത്തുള്ള കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാനൊക്കെ കൂടും. ഒരു ദിവസം പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, തൊട്ടടുത്ത വീട്ടിലെ 2ാം ക്ലാസ്സിലോ 3ാം പഠിക്കുന്ന ഒരു മോള് ഇവരുടെ വീട്ടിൽ കളിക്കാൻ വന്നു. ഇവൻ്റെ കൂടെ കളിച്ച് കുറച്ച് കഴിയുമ്പോൾ മോളങ്ങ് പോയി. കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ മോളുടെ പാരൻസൊക്കെ കൂടിയിട്ട് വീട്ടിലേക്ക് വന്നിട്ട് ഭയങ്കര പ്രശ്നം. ഇവന് മാനസികമായിട്ട് പ്രശ്നമൊന്നുമല്ല, ഇവൻ്റെ അസുഖം വേറെയാണ്. അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി 3 വയസ്സുള്ള 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോൾക്ക് ആ ദിവസങ്ങളിൽ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ സംബന്ധമായ എന്തോ ഒരു സെഷൻ അവരുടെ സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കുട്ടി സേഫ് ടച്ച്, അൺസേഫ് ടച്ച് എന്താണ്, സേഫ് ബിഹേവിയർ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ ഈ കുട്ടി കുറച്ച് മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവള് വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു, ആ ചേട്ടൻ എൻ്റെ പാവാട പൊക്കി നോക്കി. അപ്പോൾ ഇത് ഭയങ്കര വിഷയമായി അവിടെ. എന്നിട്ട് അതിന് ശേഷം ഈ അമ്മേനെയും മോനെയും എല്ലാവരും കാണുന്ന ഒരു രീതിക്ക് തന്നെ വലിയ മാറ്റം ഉണ്ടായി. അപ്പം നാട്ടുകാർ, അവിടെയുള്ള ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവന് പ്രശ്നമൊന്നുമില്ല കേട്ടോ, ഇവന് മാനസികമായിട്ടുള്ള പ്രശ്നമോ ഇവർ പറയണ പോലുള്ള പ്രശ്നമൊന്നുമില്ല, ഇവനെങ്ങനെ ഇതറിയണത്? സെക്സ് എന്ന് പറയുന്നത് ഭയങ്കര അറിവുള്ള ആളുകൾക്ക് അതാണല്ലോ. സെക്സ് അറിയില്ല എന്ന് പറയുന്ന പെൺകുട്ടികൾ ഇല്ലേ, എട്ടും പൊട്ടും தெரியாത്ത ഇന്നസെൻ്റ് ആണെന്നുള്ളൊരു ധാരണയുണ്ടല്ലോ.
അപ്പോൾ ഈ അമ്മ പറഞ്ഞൊരു ഡയലോഗ് ഇതാ, എൻ്റെ മോനെ ഒരാളെ പോയി കൊന്നു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ പാരൻസ് നാട്ടുകാർ പറയും അവന് സുഖമില്ലാത്ത കുട്ടിയല്ലേ, അതുകൊണ്ട് അറിയാണ്ട് ചെയ്തതായിരിക്കും എന്ന് പറയും. പക്ഷേ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യത്തിലെ ആ ഒരു ഭീകരാവസ്ഥ ഞാൻ അനുഭവിച്ചാണ് മാഡം. അപ്പം എങ്ങനെയാണ് ഈ കുട്ടികളെ നമ്മൾ ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടത്? അങ്ങനെ കുറേ ധാരണയുണ്ട്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വളരെ കോൺഷ്യസ് ആയിട്ട് നമ്മുടെ കരിക്കുലത്തിൽ തന്നെ ഇപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ ട്രെയിനിങ് സെൻറ്റേഴ്സിലും അതുപോലെ തന്നെ ഇൻക്ലൂസീവ് സ്കൂൾസിൽ ഇപ്പം പണ്ടത്തെ പോലെയല്ല, എല്ലാം ഇൻക്ലൂഷൻ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ മകളൊക്കെ പഠിക്കുന്ന സ്കൂൾ ഇൻക്ലൂസീവാണ്. അപ്പം എല്ലാ തരത്തിലുള്ള കുട്ടികളെയും എല്ലാ തരത്തിലുള്ള മനുഷ്യരെയും ഉൾക്കൊള്ളിക്കാനുള്ള ഒരു സമൂഹമായിട്ട് വരണം, ഒരു യൂണിവേഴ്സൽ ഡിസൈനിലേക്ക് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ട് വരണം എന്നുള്ളതാണ് ഒരു എന്താ പറയുക, ഒരു ഗ്ലോബലായിട്ടുള്ള നമ്മുടെ ഒരു വിഷൻ. അപ്പോൾ അതിലേക്ക് കുട്ടികളെ ഉൾപ്പെടുത്തുന്ന സമയത്ത് ഈ സമൂഹം അതിന് എത്രമാത്രം പാകപ്പെട്ടതാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സമൂഹം പാകപ്പെട്ടതാണെന്ന് മനസ്സിലാക്കുമ്പോൾ ആണ് നമ്മൾ ഈ ഒരു വിഷയം സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സബ്ജക്റ്റ് നമ്മൾ എങ്ങനെയാണ് കരിക്കുലത്തിൽ, പ്രത്യേകിച്ച് ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളുടെ കരിക്കുലത്തിലേക്ക് ഉൾപ്പെടുത്തേണ്ടതെന്ന് മനസ്സിലാക്കും. ഇപ്പോൾ ഒരുപാട് റിസർച്ചുകളൊക്കെ നടക്കുന്നുണ്ട്, വേൾഡ് വൈഡ് ഒരുപാട് റിസർച്ച് നടക്കുന്നുണ്ട്. നമ്മുടെ നിപ്മെഡിൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എംപവർമെൻറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ചെന്നൈയിലെ ഒരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട് നമ്മുടെ. അവിടെ ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്. ഒരു സായി സ്വരൂപ എന്ന് പറഞ്ഞിട്ടൊരു റിസർച്ചറുടെ ഒരു ട്രെയിനിങ് മൊഡ്യൂൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടിയെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളത്. ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ ക്ലാസ്സുകൾ നമ്മൾ വിചാരിക്കുമ്പോൾ എപ്പോഴും ആളുകൾ വിചാരിക്കുന്ന കണ്ടന്റിൽ മാറ്റം വരുത്തണം എന്നുള്ളതാണ്. അതായത് എല്ലാം പറയാൻ പറ്റുമോ, പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ പരീക്ഷിക്കാൻ സാധ്യതയുണ്ടോ, എന്തെങ്കിലും അപകടങ്ങൾ ഇവർക്ക് വരാനുള്ള സാധ്യതയുണ്ടോ? ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഗ്ലോബലി അക്സെപ്റ്റഡ് ആയിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ടന്റിലല്ല മാറ്റം വരുത്തേണ്ടത്, ഡെലിവർ ചെയ്യുന്ന രീതിയിലാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം ആ കുട്ടിയുടെ ബൗദ്ധിക നിലവാരം അനുസരിച്ച് ഇപ്പോൾ IQ നോക്കിയിട്ട് ആ കുട്ടിയുടെ മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ആ കുട്ടിയുടെ ലാംഗ്വേജ് കപ്പാസിറ്റി, ഭാഷ മനസ്സിലാക്കാനുള്ള കഴിവ്, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സെൻസറി പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനെ മനസ്സിലാവുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള മെത്തേഡ് ഉപയോഗിക്കാം. വിഷ്വൽ ക്യൂസ് കൂടുതൽ ഉപയോഗിക്കാം. നമ്മൾ വിഷ്വൽ ആയിട്ടുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ഓട്ടിസം ഒക്കെ ഉള്ള കണ്ടീഷൻസിലൊക്കെ നമ്മൾ വിഷ്വൽ കാർഡുകളോ പിക്ചേഴ്സോ അതുപോലെ സോഷ്യൽ സ്റ്റോറീസ് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അവരെ കൂടുതലും ട്രെയിൻ ചെയ്യേണ്ടത്. ഇതിൽ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ് നമ്മൾ സോഷ്യൽ സ്റ്റോറീസ് ഉപയോഗിക്കുക, റോൾ പ്ലേസ് ഉപയോഗിക്കുക, അതുപോലെ കുട്ടികളെ കണ്ടുപഠിക്കാനായിട്ട് ട്രെയിൻ ചെയ്യിക്കുക. അപ്പോൾ കണ്ടുപഠിക്കാൻ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ എന്താ ലേബർ റൂം സ്കൂളിൽ സെറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ മൈൻഡുള്ള ആളുകളോടാണ് നമ്മളിത് പറയണതെന്നും കൂടെ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുട്ടികൾക്ക് എന്ത് കണ്ടന്റാണ് കൊടുക്കേണ്ടതെന്നുള്ളത് ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടാണ്. ഇപ്പം സാധാരണ നമ്മൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ കണ്ടന്റ് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നത്, ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ കേരളയൊക്കെ സാധാരണ പ്രാക്ടീസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ ടെക്നിക്കൽ ഗൈഡ് ലൈൻസ് ഓൺ കോംപ്രിഹെൻസീവ് സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞിട്ട് യുനെസ്കോ പബ്ലിഷ് ചെയ്ത ഒരു ഡോക്യുമെൻ്റാണ് നമ്മളൊരു മാസ്റ്റർ ഡോക്യുമെൻ്റായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിൽ പറയുന്ന ഒരുപാട് ടോപ്പിക്കുകളുണ്ട്. ഇപ്പം കൺസെൻറ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ബൗണ്ടറീസിനെ കുറിച്ച്, അങ്ങനെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റിലേഷൻഷിപ്പുകളെ കുറിച്ചിട്ട്, പാരൻറ്റിങ്ങിനെ കുറിച്ചിട്ട്, വാല്യൂ സിസ്റ്റത്തിനെ കുറിച്ചിട്ട്, അതുപോലെ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. അപ്പോൾ ഇതൊക്കെ ഓരോ ഏജിൽ എങ്ങനെയാണ് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു കൊച്ചുകുട്ടിക്ക് മേ ബി ഒരു 9 വയസ്സ് വരെയുള്ള കുട്ടിക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് എന്താണ് സേഫ് ബിഹേവിയർ, അൺസേഫ് ബിഹേവിയർ എന്താണ്. ഇപ്പോൾ ഒരു അപകടകരമായിട്ടുള്ള സിറ്റുവേഷൻ ആണെന്ന് എങ്ങനെയാണ് ഈ കുട്ടി മനസ്സിലാക്കുക, അതാണ് നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. അതിനപ്പുറത്തേക്ക് അവരോട് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇപ്പം കോണ്ടം എന്താണെന്നോ അതൊന്നും ഒരു കൊച്ചുകുട്ടിക്ക് പറഞ്ഞു കൊടുക്കേണ്ടതില്ല. പക്ഷെ ഇവിടെ ഒരു സിറ്റുവേഷൻ വരാം, ഈ കുട്ടികൾ ചിലപ്പോൾ ആക്സിഡൻ്റലി പാരൻസിൻ്റെ റൂമിൽ നിന്നൊക്കെ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് വന്നിട്ട് ചോദിക്കാം. അപ്പോൾ ആ സമയത്ത് എന്ത് പറഞ്ഞു കൊടുക്കണം എന്നൊക്കെ പല പാരൻസും നമ്മളോട് ചോദിക്കാറൊക്കെ ഉണ്ട്. ഇത്തരം സിറ്റുവേഷൻസ് ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ള കുട്ടികളുടെ കണ്ടീഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെയും നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത് എന്താണ് സേഫ് ബിഹേവിയർ, എന്താണ് അൺസേഫ് ബിഹേവിയർ എന്ന് തന്നെയാണ്, ആ കുട്ടിയുടെ IQ ലെവൽ അനുസരിച്ച്. അപ്പം ഇത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകമായിട്ട് അത് എങ്ങനെ പറഞ്ഞു കൊടുക്കണമെന്നുണ്ട്. ഇപ്പോൾ ഒരു കുട്ടീനെ പല്ല് തേക്കാൻ പഠിപ്പിക്കുന്നത്, ഇപ്പം പശുതിക്ക് തന്നെ അറിയാമായിരിക്കുമല്ലോ, നമ്മൾ പല്ല് തേക്കുന്നതിന് എത്ര സ്റ്റെപ്പ് ഉണ്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ വാഷ്റൂമിൽ കയറുന്നു, വലത് കൈ കൊണ്ട് ബ്രഷ് എടുക്കുന്നു, അത് ഇടത്ത് കൈയിലേക്ക് മാറ്റി പിടിക്കുന്നു, പേസ്റ്റ് എടുക്കുന്നു, പേസ്റ്റിൻ്റെ ഇത് തുറക്കുന്നു, വലത് കൈ കൊണ്ട്, ഇപ്പം വലത് കൈ ഇതുള്ള ആളുകളാണെങ്കിൽ വലത് കൈ കൊണ്ട് ഞെക്കി ഇടത് കൈയിൽ ബ്രഷിലേക്ക് വയ്ക്കുന്നു. എന്നിട്ട് ഇതിന് ഓരോ സ്റ്റെപ്പായിട്ട് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമ്മൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ കണ്ടന്റും പല കണ്ടന്റുകൾ റെലവൻ്റ് ആയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ഇതുപോലെ ബ്രേക്ക് ചെയ്ത് അവരെ പഠിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ ബോഡി ഇമേജ് ഒക്കെ കാണിച്ച് ഈ ബോഡിയുടെയൊക്കെ പടങ്ങളൊക്കെ കാണിച്ചിട്ട്
അവർക്ക് മാർക്ക് ചെയ്യാം, നമുക്ക് കളറുകളൊക്കെ മാർക്ക് ചെയ്തിട്ട് ഇത് ഗ്രീൻ, യെല്ലോ, റെഡ്. അപ്പോൾ റെഡ് ആണെന്നുണ്ടെങ്കിൽ ഇത് പ്രൈവറ്റ് സ്പേസ് ആണ്, അവിടെ ആരും വേറെ ആരും ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പം ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ കുട്ടിക്ക് വീണ്ടും കൺഫ്യൂഷൻ ആവും. പ്രത്യേകിച്ചും ഓട്ടിസം ഒക്കെ ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കോൺക്രീറ്റ് ആയിട്ടാണ് അവരുടെ ഇൻ്റലിജൻസ്. ഓക്കെ. ഇപ്പം ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾ കടയിൽ പോയി, ഒരു 3-4 വയസ്സുള്ള ഒരു കുട്ടി നിങ്ങളുടെ കൂടെ കടയിൽ വന്നു. പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വെച്ചോ. ഇറങ്ങുന്ന സമയത്ത് ഈ കുട്ടി അവിടെ നിന്ന് എന്തെങ്കിലും ഇഷ്ടമുള്ള ഒരു സാധനം കയ്യിലെടുത്തു, ഇത് ബീപ്പ് ചെയ്തു. സാധാരണ ആളുകൾ ഓടി വന്നിട്ട് എന്താ പറയുക, മാഡം അവിടെ ഈ കുട്ടിയുടെ കയ്യിൽ എന്തോ ഉണ്ട്, ഒന്നുകിൽ അത് ബില്ല് ചെയ്യണം, അല്ലെങ്കിൽ ഇത് തിരിച്ചു വെക്കണം എന്ന് പറയും. അല്ലാതെ ആരും ഈ കുട്ടീനെ കള്ളൻ വിളിക്കില്ല അല്ലേ? എന്തുകൊണ്ടാണ് കള്ളൻ വിളിക്കാത്ത? ഈ കുട്ടിക്ക് ആ കോൺസെപ്റ്റ് അറിയില്ല. കള്ളൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ മോഷണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് കുട്ടിക്ക് അറിയില്ല. അതായത് കുട്ടിയുടെ തിങ്കിങ് എന്ന് പറഞ്ഞാൽ വളരെ കോൺക്രീറ്റ് ആണ്. നമ്മൾ എന്താണോ പറഞ്ഞു കൊടുക്കണേ അത് തന്നെയാണ് ആ കുട്ടി. അല്ലാതെ കോണ്ടെക്സ്റ്റുവൽ ആയിട്ടുള്ള മീനിങ് ഈ കുട്ടിക്ക് അറിയില്ല. ഓണർഷിപ്പ് ഒക്കെ പോലെയുള്ള കോൺസെപ്റ്റുകൾ മനസ്സിലാവില്ല. അത് മനസ്സിലാവില്ല, ആ കോൺസെപ്റ്റ് മനസ്സിലാവില്ല. പക്ഷേ ഇതേ സംഗതി തന്നെ ഒരു 18 വയസ്സുള്ള ആൾ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവനെ കള്ളൻ എന്ന് വിളിക്കും. കാരണം ആ 18 വയസ്സുള്ള കുട്ടിയിൽ നിന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഈ കുട്ടിക്ക് മോഷണം എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് അറിയാമെന്നാണ്. അപ്പോൾ ഇത് പല സിറ്റുവേഷൻസിൽ, ഇപ്പോൾ കുട്ടികളെ പറഞ്ഞു കൊടുക്കണതിൻ്റെ ഒരു സിറ്റുവേഷൻസിലൊക്കെ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഞാൻ വിസിബിൾ ആയിട്ടുള്ള ന്യൂറോ ഡൈവേഴ്സിറ്റിയുടെ കാര്യം മാത്രമാണ് കേട്ടോ പറയണേ. ഇൻവിസിബിൾ ആയിട്ടുള്ള ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട്. അതിലൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം എനിക്ക് ചെറുപ്പത്തിൽ ഞാൻ ഭയങ്കര ADHD ഉള്ള ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു കുട്ടിയാന്ന് പറയുന്നുണ്ട്. അത് ഇപ്പം ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതിലൊരു കാര്യം, സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങൾക്കപ്പുറം ഇപ്പോൾ ഒരാൾ എൻ്റെ അടുത്ത് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ക്യാൻ യു ക്ലോസ് ദ ഡോർ എന്ന് ചോദിക്കുക. ഞാൻ അതിന് ഉത്തരം പറയുന്നത് യെസ് അല്ലെങ്കിൽ നോ എന്നായിരിക്കും. പക്ഷെ നിങ്ങൾക്ക് അറിയാമല്ലേ എന്താ ക്യാൻ യു ക്ലോസ് ദ ഡോർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഉത്തരം? ആ ചോദിക്കുന്ന ആളുടെ ഇൻറ്റൻറ്റ് എന്താ? ആ ഡോറ് ക്ലോസ് ചെയ്യാമോ എന്നുള്ളതാണ് ആ ചോദ്യം അല്ലേ? പക്ഷേ യഥാർത്ഥത്തിൽ ഈ കോൺക്രീറ്റ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള ആളുകൾ ഇത് മനസ്സിലാക്കുന്നത് യെസ് ഓർ നോ കോൺസെപ്റ്റിലാണ്. അപ്പോൾ ക്യാൻ യു ക്ലോസ് ദ ഡോർ? യെസ്. അന്നേരം യെസ് എന്ന് പറഞ്ഞിട്ട് പ്ലീസ് ക്ലോസ് ദ ഡോർ എന്ന് പറയുമ്പോഴാണ് ഈ ആൾക്ക് അതെ അതെ. അപ്പൊ ഈ രീതിയിലാണ് നമ്മൾ ഈ ന്യൂറോ ഡൈവേഴ്സിറ്റിയുടെ ഉള്ള കുട്ടികളെ മനസ്സിലാക്കേണ്ടത്, വ്യക്തികളെ മനസ്സിലാക്കേണ്ടത്. കുട്ടികൾ മാത്രമല്ല, പ്രായമുള്ള ആളുകൾക്കും ഇത് ചിലപ്പോൾ കണക്ട് ചെയ്യാൻ പറ്റും. അതെ. അപ്പോൾ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ എന്താ അങ്ങനെ ബിഹേവ് ചെയ്തതെന്ന് ഇപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. എനിക്കത് അപ്പം ചില ആളുകൾ പറയും, എന്ത് സില്ലി ആയിട്ടുള്ള കഥകളൊക്കെ നീ വിശ്വസിക്കുമല്ലോ. അതിൽ തമാശയായിട്ടുള്ള ഒരു കഥ പറയാൻ കേട്ടോ. ഇതിപ്പോൾ ഞാൻ പബ്ലിക്കായിട്ട് പറയുമ്പോൾ ഇത്രയും മണ്ടിയായിട്ടുള്ള ഒരാളാണ് ഇവിടെ ഇരിക്കണതെന്നൊക്കെ തോന്നും ചിലപ്പോൾ മേ ബി കേട്ട് കഴിയുമ്പോൾ ആസ്വദിക്കും തോന്നും. എൻ്റെ നാട്ടിൽ ഭയങ്കര കുറേ ചേട്ടന്മാരുണ്ട്, എല്ലാവരും ഭയങ്കര കമ്പനിയാണ്. അശ്വന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് എൻ്റേത്. അപ്പോൾ ഒരു ദിവസം അന്ന് ബന്ധമൊക്കെ ഉള്ളൊരു സമയമാണ്. അപ്പോൾ ഒരു ദിവസം തൊട്ടപ്പുറത്തെ വീട്ടിലൊരു ചേട്ടൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഹേന നീ അറിഞ്ഞോ അവിടെ പാലത്തിൻ്റെ അവിടെയൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അത് ഈ ബന്ധിന് വന്നിട്ടുള്ള ആളുകളില്ലേ, ഒരു കമ്പി റോഡിന് നടുക്ക് വലിച്ച് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ബൈക്കുകാരൻ വന്നു, അയാൾ വന്നിട്ട് ഈ കമ്പി കടന്നു പോയപ്പോൾ ഇയാളുടെ തല അവിടെ അറ്റ് വീണു. അത് കഴിഞ്ഞിട്ട് ഇയാൾ തൊട്ടടുത്ത് ആശാൻ്റെ കട എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, കടയിൽ വന്ന് സോഡ ചോദിച്ചു. അപ്പോൾ ഈ സോഡ ചോദിച്ചപ്പോൾ സോഡ കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് എടുത്ത് സോഡ പൊട്ടിച്ച് വായിലേക്ക് ഒഴിക്കാൻ നോക്കിയപ്പോഴാണ് തലയില്ലാന്ന് മനസ്സിലായത്. അപ്പോൾ ഇത് തമാശയായിട്ട് പുള്ളി പറഞ്ഞതാണ്. ഞാനിത് ഭയങ്കര ക്യൂരിയസ് ആയിട്ട് കേട്ടിരിക്കുക. അപ്പോൾ അതെങ്ങനെ, അപ്പോൾ എൻ്റെ ക്വസ്റ്റ്യൻസ് മുഴുവനും ഞാൻ ചോദിക്കുന്നത് തലയില്ലാതെ എങ്ങനെയാണ് അയക്ക് അവിടം വരെ വണ്ടി ഓടിക്കാൻ പറ്റുന്നത്. അപ്പം ഇതൊരു ജോക്കാണെന്നോ കളിയാക്കുന്നതാണെന്നോ മനസ്സിലാക്കാതെ എനിക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എൻ്റെ റാഷണലായിട്ടുള്ള ഇതിനകത്ത് മനസ്സിലാവുന്നുണ്ട് ഇതങ്ങനെ പറ്റൂല എന്നുള്ളത്. പക്ഷെ ഞാൻ പറയുന്ന ഈ ചേട്ടൻ അങ്ങനെ നുണ പറയാൻ സാധ്യതയില്ലല്ലോ. അപ്പം ആളുകളെ വിശ്വസിക്കുന്ന കാര്യത്തിൽ ഈ ആളുകൾക്ക് ഭയങ്കര പ്രശ്നങ്ങളുണ്ട്. അപ്പം എൻ്റെ വിചാരം, ഈ ചേട്ടൻ എൻ്റെ അടുത്ത് അങ്ങനെ നുണ പറയേണ്ട കാര്യമില്ല. അപ്പോൾ എന്തോ കാര്യമുണ്ട്, പക്ഷെ എങ്ങനെയാണ് എനിക്കത് കണക്ട് ചെയ്യാനും പറ്റുന്നില്ല, മനസ്സിലാക്കാനും പറ്റുന്നില്ല. ഇതാണ് നമ്മൾ ഈ ന്യൂറോ ഡൈവേഴ്സിറ്റിയുടെ ഒരു എന്താ പറയുക, വളരെ നോർമൽ എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സോക്കോൾഡ് നോർമൽ ആളുകൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു സാധനം. ഇവരുടെ ട്രസ്റ്റിൻ്റെ പ്രശ്നങ്ങൾ. ഇപ്പോൾ ചില ആളുകളുണ്ടല്ലോ വളരെ പെട്ടെന്ന് ആളുകളെ വിശ്വസിച്ച് അപകടങ്ങളിലൊക്കെ ചെന്ന് ചാടും എന്ന് പറയും. ഇതുവരെ ന്യൂറോ ഡൈവേഴ്സ് കണ്ടീഷൻസ് ആയിരിക്കാം, അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ചില കാര്യങ്ങളിൽ ഇങ്ങനെ ചോദ്യം ചോദിക്കുന്നതിലൊക്കെ. അപ്പം ഇതെല്ലാം നമ്മൾ ഇത് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഈ വിഷയങ്ങൾ. കാരണം ഓരോ മനുഷ്യനും ഓരോ വ്യത്യസ്തമായിട്ടുള്ള കഥകളും അനുഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് ഏർലി ഡയഗ്നോസ് ചെയ്യുന്നത് കൊണ്ട് ഒരാളുടെ ലൈഫ് ഭയങ്കരമായിട്ട് മെച്ചപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അപ്പം ഈ ഏർലി ഡയഗ്നോസിന്റെ ഇമ്പോർട്ടൻസ് എന്താ? നമുക്ക് എന്തൊക്കെയാണ് ഏർലി സിംറ്റംസ്?
ഒരു വ്യക്തിക്കുള്ള തുടക്കത്തിൽ ഇപ്പം എസ്പെഷ്യലി ന്യൂറോ ഡൈവേഴ്സിറ്റി പോലെയുള്ള കണ്ടീഷൻസിൻ്റെ തുടക്കത്തിലുള്ള സിംറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഓട്ടിസത്തിലൊക്കെ ഒരു ട്രയാഡായിട്ട് പറയാറുണ്ട്. ഇതൊരു സോഷ്യൽ ഇൻ്ററാക്ഷൻ. ഇപ്പം സാധാരണ നമുക്കറിയാം ഒരു കൊച്ചുകുട്ടി ഒരു പർട്ടിക്കുലർ സമയമാകുമ്പോൾ അവൻ മുഖത്ത് നോക്കി ചിരിക്കും അല്ലേ. മുഖത്ത് നോക്കി ചിരിക്കുക എന്നുള്ളത് ഒരു വലിയ ഡെവലപ്മെൻറ്റ് സ്റ്റേജാണ്. അതുപോലെ മുഖത്ത് നോക്കിയെന്ന് വെച്ചാൽ റെക്കഗ്നൈസ് ചെയ്ത് ചിരിക്കുക എന്നുള്ളത്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളത്, കൂയിങ് ഒക്കെ കൊച്ചുകുട്ടികൾ ശബ്ദം ഉണ്ടാക്കുന്നതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അപ്പോൾ ഓരോ സ്റ്റേജിലും ആ ഡെവലപ്മെൻ്റൽ സ്റ്റേജിൽ അച്ചീവ് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇത് അച്ചീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം. പക്ഷേ ഇതിനകത്ത് വേറൊരു വലിയ ചാലഞ്ച് ഉള്ളത് ഇപ്പം ADHD പോലെയുള്ള കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈവൻ ഓട്ടിസം അങ്ങനെയുള്ളതിലൊക്കെ പലപ്പോഴും പാരൻസിനൊന്നും ഇത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. വളരെ ചെറിയ ഏജിലൊന്നും, ഒരു മാസത്തിലോ അല്ലെങ്കിൽ 2 മാസം 3 മാസത്തിലൊന്നും വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകൾക്ക് ചിലപ്പം തിരിച്ചറിയാൻ പറ്റും. പക്ഷെ പലപ്പോഴും പാരൻസിന് മനസ്സിലാവില്ല. എപ്പോഴാണ് തിരിച്ചറിയണതെന്ന് വെച്ചാൽ സംസാരിക്കാൻ തുടങ്ങുന്ന സമയമാണ്. പ്രത്യേകിച്ചും ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസിൽ മിക്കവാറും കമ്മ്യൂണിക്കേഷൻ പ്രശ്നങ്ങളുണ്ടാവും. അവർക്ക് സംസാരിക്കാൻ പറ്റില്ല, ചോദ്യത്തിന് കറക്റ്റായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. ഈ പറയുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം, അത് ചെറുപ്പത്തിലൊക്കെ അങ്ങനെയാണ് കേട്ടോ. ചോദ്യത്തിന് കൃത്യമായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ ഒരു സാധനം ചൂണ്ടിക്കാണിച്ചിട്ട്, ഇപ്പോൾ കുട്ടികളാകുമ്പം അവർ ചൂണ്ടിക്കാണിച്ചിട്ട് ഇതെനിക്ക് വേണം എന്ന് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ അവർ പറയും. ഇതൊന്നും ഈ തരം ഓട്ടിസം ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും അത് സാധിച്ചു എന്ന് വരില്ല. അപ്പോൾ ഇതൊക്കെ ഒരു വാർണിംഗ് സൈൻസ് ആണ്. അപ്പോൾ പാരൻസ് പലപ്പോഴും അവരുടെ ഒരു കംപ്ലൈൻ്റ് എന്ന് പറയുന്നത് കൊച്ചു വർത്താനം പറയണില്ല, സംസാരിക്കാൻ തുടങ്ങുന്നില്ല എന്നുള്ളതാണ്. ഇത് ഒരു ഡോക്ടറുടെ അടുത്ത് കൊണ്ടു ചെല്ലുമ്പോൾ പലപ്പോഴും ഡോക്ടർമാർ പറയും അത് സാരമില്ല, അംഗൻവാടിയിലൊക്കെ പോകുമ്പോഴത്തേക്കും കൊച്ചു ശരിയായിക്കോളും, ഒരു 3 വയസ്സ് 3.5 വയസ്സിലൊക്കെ അംഗൻവാടിയിൽ പോകുമല്ലോ, അപ്പോൾ ശരിയായിക്കോളും എന്ന് പറയും. പല പാരൻസും അത് കേട്ടിട്ട് തിരിച്ചു വരും. കാരണം നമ്മൾ പീഡിയാട്രിഷ്യൻസിനെയും കുറ്റം പറയാൻ പറ്റില്ല. അതുപോലെയാണ് നമ്മുടെ ഹോസ്പിറ്റലുകളിലുള്ള ലോഡൊക്കെ. ഒരു പീഡിയാട്രിഷ്യൻ്റെ അടുത്ത് ഒരു ദിവസം ഏറ്റവും കുറഞ്ഞൊരു 50-100 പേരെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഇവർക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ച് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ അസസ് ചെയ്യാനോ ഒന്നും ചിലപ്പോൾ സമയം ഉണ്ടാവണമെന്നില്ല. പിന്നെ ചിലപ്പോൾ അവർ കോമ്പിറ്റൻറ്റും ആവണമെന്നില്ല. ഇതിനെക്കുറിച്ചൊക്കെ വളരെ കുറച്ചാണ് പല പീഡിയാട്രിഷ്യൻസും ജനറൽ ഇതിൽ പഠിക്കുന്നത്. അതിൽ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളത് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻസ് ആണ്. പക്ഷേ നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യന് ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടണമെങ്കിൽ മിനിമം 3 മാസം 4 മാസം വെയിറ്റ് ചെയ്യണം. പക്ഷേ കേരളം മെച്ചാണ് കേട്ടോ. പുറത്തെ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 വർഷമൊക്കെ വെയിറ്റ് ചെയ്യണ കേസുകളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ കാരണം ഒരു കുട്ടീനെ ഒരു ദിവസം ഒരു ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ അസസ് ചെയ്യാൻ പറ്റുന്ന മാക്സിമം പോയ ഒരു 6 പേര് അല്ലെങ്കിൽ 7 പേരൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ക്യൂവിൽ ഉണ്ടാവും ഒത്തിരി പേര്. ഇപ്പോൾ ഇവിടെ പ്രമുഖമായിട്ടുള്ള ഹോസ്പിറ്റലുകളിലൊക്കെ 1-2 ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻസ് ആണ് ഉള്ളത് ഇപ്പോൾ നിലവിൽ. നമ്മൾ ഈ ടേം തന്നെ കേട്ടു തുടങ്ങിയത് ഈ അടുത്ത കാലത്താണ് ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ട് എന്നുള്ളത്. അപ്പം ഞാനിപ്പോൾ റീസെൻ്റ്ലി ഇതുപോലെ നമ്മുടെ ഫാമിലിയിൽ തന്നെ ഒരു കുട്ടി രാത്രി കണ്ടിന്യൂസ് ആയിട്ട് ഉറക്കം പ്രശ്നമാണ്. അപ്പോൾ അത് ഉറക്കം സെറ്റിൽ ആവേണ്ട ഒരു പ്രായമായിട്ടും ഇതാവുന്നില്ല എന്നുള്ളത് കൊണ്ട് ഞാനിങ്ങനെ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്ത് കാഷ്വലി സംസാരിച്ചപ്പോൾ ഷീ സെഡ് ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനെയാണ് ഈ സമയത്ത് കാണിക്കേണ്ടതെന്ന് പറഞ്ഞപ്പോഴാണ് അപ്പം ഞാനും ക്യൂരിയസ് ആയി, ഓക്കെ അതെന്താണ് എന്നുള്ളത്. അപ്പം എനിക്ക് തോന്നുന്നു നോർമലി ആർക്കും ആ ഒരു ഏരിയയെ കുറിച്ച് വലിയ ധാരണ ഇല്ലാന്ന് തോന്നുന്നു. ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യൻ സാധാരണ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു കുട്ടിക്കൊരു ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ള. അപ്പോൾ അതിന് വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള അസസ്മെൻറ്റ് വേണ്ടി വരും. ഈ കുട്ടിയുടെ ജനനം മുതൽ ഉള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കേസ് ഹിസ്റ്ററി വേണ്ടി വരും. ചില ടെസ്റ്റുകൾ ചെയ്യേണ്ടി വരും. അത് മെഡിക്കൽ ടെസ്റ്റുകളും അതോടൊപ്പം തന്നെ ചില സൈക്കോളജിക്കൽ ടെസ്റ്റുകൾ, അതുപോലെ ഈ അസസ്മെൻറ്റ് ടെസ്റ്റുകൾ, ഒരുപാട് ടെസ്റ്റുകളുണ്ട്. അതൊക്കെ ചെയ്യേണ്ടി വരും. അതെല്ലാം ഈ ഡെവലപ്മെന്റൽ പീഡിയാട്രീഷ്യനോ അല്ലെങ്കിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ സൈക്യാട്രിസ്റ്റൊക്കെയാണ് സാധാരണ ചെയ്യുക. അപ്പം അത് അത്തരം രീതിയിൽ തന്നെ പോകണം. പക്ഷെ നമ്മുടെ നാട്ടിലുള്ള ഒരു അപകടം എന്ന് പറയുന്നത് ഈ വാളെടുത്തവരെല്ലാം വെളിച്ചപ്പാടെന്ന് പറഞ്ഞിട്ട് ചെറിയ ഷോർട്ട് ടേം കോഴ്സുകൾ പഠിച്ച ആളുകളൊക്കെ ഈ സൈക്കോളജി എന്ന് പറഞ്ഞിട്ട് ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യാനിരിക്കുന്ന ആളുകളുണ്ട്. അത് വലിയ അപകടമാണ്. പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് എപ്പോഴും ഒരു പ്രൊഫഷണലിൻ്റെ അടുത്ത് നിന്ന് തന്നെ ചെയ്തെടുക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി അറ്റ്ലീസ്റ്റ് RCA അപ്രൂവ്ഡ് ആയിട്ടുള്ളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് വേണം ഈ ടെസ്റ്റുകളെല്ലാം എടുക്കാൻ വേണ്ടിയിട്ട്. അവർക്കാണ് അതിനുള്ള റൈറ്റ് ഉള്ളത്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഇവരെ എങ്ങനെയാണ് നമ്മൾ ഡയഗ്നോസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. എത്ര നേരത്തെ നമുക്ക് ആ കുട്ടീനെ ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്നോ അത്രയും നേരത്തെ ആ കുട്ടിക്ക് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ്സ് നമുക്ക് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇവർക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ്സ് വേണ്ടി വരും, തെറാപ്പി വേണ്ടി വരും. അപ്പോൾ ഈ തെറാപ്പി എടുക്കുമ്പോഴും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീം ഉണ്ടെങ്കിലാണ് ഏറ്റവും നന്നായിട്ട് ആ തെറാപ്പി വർക്ക് ചെയ്യുക. ചിലപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെ പോയി ഡയഗ്നോസിസ് ഒക്കെ ചെയ്തിട്ട് വരുന്നുണ്ട്. പക്ഷേ എപ്പോഴും അത്തരത്തിലുള്ളൊരു ടീമുള്ള സ്ഥലമാണെങ്കിൽ ഏറ്റവും എഫക്റ്റീവ് ആയിരിക്കും.
ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റ്, ഓക്യുപ്പേഷണൽ തെറാപ്പിസ്റ്റ്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ്, അതുപോലെ തന്നെ സൈക്കോളജിസ്റ്റ്, സൈക്യാട്രിസ്റ്റ്, ഈവൻ ഡെവലപ്മെൻറ്റൽ പീഡിയാട്രീഷ്യൻ, അവരാണ് അതിൻ്റെ ഡയഗ്നോസിസ് ചെയ്യുന്നത്. അത്തരത്തിലൊരു വലിയ ടീം ഇതിൻ്റെ പിന്നിൽ വേണം. പിന്നെ സോഷ്യൽ വർക്കേഴ്സ്, അങ്ങനെ വലിയൊരു ടീം ഉണ്ടെങ്കിലാണ് ഇത് പ്രോപ്പറായിട്ട് ഈ ഒരു കണ്ടീഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ തെറാപ്പി കൊടുക്കാൻ പറ്റുന്നത്. ഇതിൽ ഓക്യുപ്പേഷണൽ തെറാപ്പി എന്നൊക്കെ പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റാണ്. പക്ഷെ നമ്മൾക്കുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ നാട്ടിൽ ആവശ്യത്തിനുള്ള റിസോഴ്സസ് നമുക്കില്ല. നമുക്ക് അതുപോലെയുള്ള സെൻറ്റേഴ്സ് ഇല്ല. അപ്പം ടൗണുകളിലൊക്കെ പിന്നെയും കുറേയൊക്കെ ഉണ്ട്, പക്ഷെ ഗ്രാമങ്ങളിലൊക്കെ കുട്ടികളുടെ കാര്യം വലിയ കഷ്ടം തന്നെയാണ്. വളരെ കുറച്ച് സെൻറ്റേഴ്സാണ് ഗ്രാമങ്ങളെ ഫോക്കസ് ചെയ്തുകൊണ്ടും ഉള്ളത്. മാത്രമല്ല ഇതിൻ്റെ കോസ്റ്റ് ഭയങ്കര കോസ്റ്റാണ് ഒരു പബ്ലിക് സെക്ടറിലാണെന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ഗവൺമെൻറ് എല്ലാ ജില്ലകളിലും ഏർലി ഇൻ്റർവെൻഷൻ സെൻ്ററുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അവിടെയും ഈ പറയുന്ന പോലെ വെയിറ്റിംഗ് ഭയങ്കര പ്രശ്നമാണ്. പലപ്പോഴും തെറാപ്പിസ്റ്റുകൾ നമുക്ക് പ്രോപ്പറായിട്ട് അവൈലബിൾ ആവില്ല. കാരണം അവർക്ക് ഓവർലോഡാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെ ഒരു പ്രൊജക്റ്റഡ് റേറ്റ് ഒക്കെ പറയുന്നത് ഇപ്പം തന്നെ പറയുന്ന 100 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇൻക്ലൻ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഇവർ നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡിയിൽ പറയുന്നത് 8 കുട്ടികളിൽ ഒരു കുട്ടി, അത് 2 മുതൽ 9 വയസ്സ് വരെ പ്രായത്തിനിടയിലുള്ള കുട്ടികളിൽ 8 വയസ്സിൽ ഒരു കുട്ടിക്ക് ന്യൂറോ ഡൈവേഴ്സ് കണ്ടീഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ത്യയിലെ കണ്ടീഷനാണ് പറയുന്നത്. അപ്പം അതിൻ്റെ പ്രൊജക്റ്റഡ് റേറ്റ് പറയുന്നത് 3 കുട്ടികളിൽ ഒരു കുട്ടിക്ക് ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് 2050 കൂടിയിരുന്നു. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, അയ്യോ അപ്പോൾ നമ്മുടെ നാട്ടിൽ മുഴുവൻ ഇത്തരത്തിലുള്ള കുട്ടികളാണ്. അങ്ങനെയല്ല. ഈ ഓട്ടിസം എന്ന് പറയുന്നതൊക്കെ ഒരു സ്പെക്ട്രമാണ്. ഒരുപാട് ഇപ്പം അൺഡയഗ്നോസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ആളുകൾ നമ്മുടെ ചുറ്റും വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ ഇൻ്റലിജൻ്റ് ആയിട്ട് അല്ലെങ്കിൽ വളരെ എഫിഷ്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളുണ്ടാവും. പക്ഷേ ഇവർ സൈലൻ്റ് ആയിട്ട് ചില സ്ട്രഗിൾസിലൂടെ പോകുന്നുണ്ടാവും. കാരണം അവർ അനുഭവിക്കുന്നത്, ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ കോൺക്രീറ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള അത് പ്രത്യേകിച്ച് ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പിലൊക്കെ വരുമ്പോഴത്തേക്കും, ഇപ്പം IT ഫീൽഡിലൊക്കെ ആകുമ്പോൾ ഇവർക്ക് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്ക് ഒക്കെ വളരെ എളുപ്പം ചെയ്യാൻ പറ്റും. ചിലർക്ക് അങ്ങനെ ഉണ്ടല്ലോ, ഇപ്പോൾ ഒരു റുട്ടീൻ വർക്ക് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, അതൊക്കെ ഭംഗിയായിട്ട് അവർക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അതുപോലെ ചില ആളുകൾ നമുക്ക് അത്ഭുതം തോന്നും, സമയം കൃത്യമായിട്ട് ഇന്ന സമയത്ത് ഇന്നടത്ത് എന്ന് പറയുന്ന അത്ര സ്പെസിഫിക് ആയിട്ടൊക്കെ ഓർത്തിരിക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരിടത്തേക്ക് യാത്ര ചെയ്താൽ ഓരോ റെയിൽവേ സ്റ്റേഷനും കൃത്യമായിട്ട് പറയുക, അല്ലെങ്കിൽ ഓരോ ഡേറ്റുകളും കൃത്യമായിട്ട് ഓർത്തിരിക്കുക, അതൊക്കെ ഇത്തരത്തിലുള്ള ഒരു സ്കിൽ ഇതിൻ്റെ കൂടെ വരാവുന്ന ഒരു സ്കില്ലാണ് പലപ്പോഴും. പിന്നെ അതിനകത്ത് തന്നെ ഈ ടിപ്പിക്കൽ ഓട്ടിസത്തിന് സാവൻ സിൻഡ്രോം എന്നൊക്കെ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്ന വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഭയങ്കരമായിട്ടുള്ള ഗിഫ്റ്റഡ് ആയിട്ടുള്ള സ്കിൽസൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പം ഇതിനകത്തും ഒരു പ്രശ്നമുണ്ട്. എല്ലാവരും ഗിഫ്റ്റഡ് ആയിരിക്കും. അതെ, ചില ആളുകൾ, ചില അമ്മമാരൊക്കെ വളരെ സങ്കടത്തോട് കൂടിയിട്ടൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ മോൻ ഓട്ടിസം ആണെന്ന് പറയുമ്പം അപ്പം അവൻ്റെ പ്രത്യേക സ്കിൽ എന്താണ് എന്നൊക്കെ ചോദിക്കുന്ന, അത് വളരെ പ്രശ്നമുള്ളൊരു കാര്യമാണ്. കാരണം ഇവർ വിചാരിക്കുന്ന അവനെന്തോ പ്രത്യേക സ്കില്ലുണ്ടെങ്കിൽ അവക്കെന്തോ പ്രത്യേക സ്കില്ലുണ്ടെന്ന്. അങ്ങനെയുമല്ല. വളരെ സ്ട്രഗിൾ ചെയ്യുന്ന ടിപ്പിക്കൽ ഓട്ടിസം എന്ന് പറയുന്നത് വളരെ പ്രൊഫൗണ്ടായിട്ടുള്ള സിവിയർ ആയിട്ടുള്ള ഓട്ടിസം ഒക്കെ നമുക്ക് പലപ്പോഴും ആ പാരൻസ് കടന്നു പോകുന്ന ട്രോമയൊന്നും നമുക്ക് കണ്ടു നിൽക്കാനോ ഒന്നും പറ്റില്ല. കാരണം ഈ കുട്ടീനെ മാനേജ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചില കുട്ടികളൊക്കെ വളരെ സെൽഫ് ഹാം ബിഹേവിയേഴ്സൊക്കെ ഉള്ള കുട്ടികളായിരിക്കും. എനിക്ക് പരിചയമുള്ള ഒരു മോനുണ്ട്, അവൻ്റെ ഈ കൈ നിറയെ തയമ്പാണ്. എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ എല്ലാ ദിവസവും ഇങ്ങനെ കടിക്കുകയാണ്, സെൽഫ് ഹാമാണ്. പിന്നെ ഹെഡ് ബാങ്ങിങ്, തല കൊണ്ടുപോയി ഭിത്തിയിലിടിക്കുക, ഒരു സെക്കൻഡ് നമ്മൾ എന്നിട്ട് കയ്യിൽ ഇങ്ങനെ തുണിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് അവർ കൊണ്ട് നടക്കുന്നത്. അപ്പോൾ അവരെ ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ്റെ ആ ഒരു ഫ്രസ്ട്രേഷൻ മാറാൻ വേണ്ടിയിട്ട് അവൻ ചെയ്യുന്നതാണ്. അപ്പം ഒരു ഗ്രൗണ്ടിങ്ങിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് ചെയ്തേ പറ്റുള്ളൂ. അത് ചെയ്താലാണ് അവർ ഒരു നോർമലായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അവർക്ക് അവരുടെ ആ ഒരു ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു കണ്ടീഷനെ കൊണ്ടുവരാൻ പറ്റുക. ഈ ഏർലി ഇന്റർവെൻഷൻസിന്റെ ഒക്കെ പാർട്ട് ആവാറുണ്ടല്ലോ. അപ്പൊ ആ സമയത്ത് ഇപ്പോൾ പേരൻസിന് ഇതിനെക്കുറിച്ചൊരു ക്ലൂ ഉണ്ടായിരിക്കില്ലാത്തൊരു സാഹചര്യത്തിൽ ഇത് റിയലൈസ് ചെയ്യുമ്പോൾ ആ മൊമെന്റ് എങ്ങനെയാ ഹാൻഡിൽ ചെയ്യാൻ അവരെ പ്രിപ്പയർ ചെയ്യുക? അതൊരു വല്ലാത്തൊരവസ്ഥയാണ്. കാരണം പാരൻസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പം എനിക്ക് പരിചയമുള്ള, ഞാൻ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, ഞാൻ സൈക്കോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരമ്മയുണ്ടായിരുന്നു. അവർ 3 വയസ്സുള്ള മോളാണ്. അപ്പോൾ ആ മോളെയും കൊണ്ട് അവിടെ എല്ലാ ദിവസവും വരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കും. അപ്പോൾ ഇവരുടെ സ്റ്റോറി പറയുക. ഇതുവരെ ആ കുട്ടി ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ വന്ന് തെറാപ്പി എടുത്ത് ഓക്യുപേഷണൽ തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയി ഒരു ദിവസം റാൻഡമായിട്ട് ഈ കുട്ടി അമ്മയെന്ന് വിളിച്ചു. ഇവർ കരഞ്ഞുകൊണ്ടാണ് നമ്മുടെ അടുത്ത് വന്നിട്ട് പറയുന്നത്, ആദ്യമായിട്ടാണ് എൻ്റെ മോള് അങ്ങനെ പറയുന്നത്.
എനിക്കിനി വേറെ ഒന്നും വേണ്ട. അപ്പം നമ്മൾ നമ്മുടെ കുട്ടികളെ കുറിച്ചിട്ട് വിചാരിക്കുന്ന ഭയങ്കര എക്സ്പെക്റ്റേഷനും ഭയങ്കര അത് അച്ചീവ് ചെയ്തില്ല, ഒരു മാർക്ക് എവിടെ പോയി എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ വഴക്ക് പറയുമ്പോൾ ഇങ്ങനെയും അമ്മമാരുണ്ട്. എൻ്റെ മോളൊന്ന് കണ്ണിൽ നോക്കിയാൽ മതി, അല്ലെങ്കിൽ എൻ്റെ മോളെന്നെ ഒന്ന് മോളേന്ന് അമ്മേന്ന് വിളിച്ചാൽ മതി, അറ്റ്ലീസ്റ്റ് ഞാൻ ഈ ലോകത്തല്ലാത്ത രീതിയിൽ ആ കുട്ടി കണക്ട് ചെയ്താൽ മതി, ഒരു ഇമോഷണൽ കണക്ട് വേണമല്ലോ, അങ്ങനെ കണക്ട് ചെയ്താൽ മതി എന്നൊക്കെ കരുതുന്ന ഒരുപാട് അമ്മമാരും ഒരുപാട് പാരൻസും ഫാമിലിയും ഒക്കെ ഉള്ള ഒരു നാട്ടിലും കൂടിയാണ് നമ്മൾ ജീവിക്കണേ. നമ്മുടെ കുട്ടികളോട് നമ്മൾ ഭയങ്കരമായിട്ട് ഡിമാൻഡിങ് ആവുന്നതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. അപ്പം അങ്ങനെ ഇപ്പോൾ ഒരു കുട്ടി വളർന്നു വരുമ്പോൾ ആ കുട്ടീനെ ഭയങ്കര പ്രതീക്ഷയോടെ ആയിരിക്കും കാണുന്നത്. ഈ കുട്ടിയുടെ അടുത്ത സ്റ്റേജൊക്കെ വളരെ എക്സൈറ്റിംഗ് ആയിരിക്കും പാരൻസ് പലപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് ഓട്ടിസം എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ എന്താ ഓട്ടിസം എന്ന് പോലും അറിയാത്ത പാരൻസിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ഒരു കൗൺസിലിംഗ് മെത്തേഡ്, ഒരു സെഷൻസും കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞില്ല അല്ലെങ്കിൽ കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവർ കടന്നു പോകുന്നൊരു ട്രോമയുണ്ട്. ഇപ്പം നമുക്കറിയാമല്ലോ, റീസെൻ്റായിട്ട് നമ്മുടെ സൂയിസൈഡ്സിൻ്റെ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ കൊന്നുകളഞ്ഞിട്ട് മരിച്ചു പോകുന്ന പാരൻസിൻ്റെ എത്രയോ ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സിസ്റ്റം അത്തരം പാരൻസിനെ, അത്തരം കുട്ടികളെയൊക്കെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് ഇപ്പോഴും പ്രാപ്തമായിട്ടില്ല. കാരണം സമൂഹത്തിന് അതിനെക്കുറിച്ച് അവയർനെസ് ഇല്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള ലോങ് ടേം ആയിട്ടുള്ള പ്ലാനുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രൊജക്റ്റുകളൊക്കെ വരാനിരിക്കുന്നു. ഇപ്പോഴും കുറേ ഇനിഷ്യേറ്റീവ്സൊക്കെ ഉണ്ട്, ബട്ട് സ്റ്റിൽ നമുക്ക് ഒരുപാട് ഇൻ്റർവ്യൂ ചെയ്യേണ്ട ഒരു ഘടകമാണ്. അപ്പം പാരൻസിനെ അത് അവെയർ ചെയ്യിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാരൻസിന് ഇതിനെക്കുറിച്ച് കൃത്യമായ അവയർനെസ് കൊടുക്കുക, ഈ കുട്ടി എങ്ങനെയൊക്കെ ആയിരിക്കും ബിഹേവ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കൊടുക്കുക. പക്ഷെ പലപ്പോഴും നമ്മൾ പറയണ പോലെ ആയിരിക്കണം എന്നില്ല, വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് ഓരോ കുട്ടിയും ബിഹേവ് ചെയ്യുക. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവരുടെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് ഓരോ സമയത്തും ഓരോ സ്റ്റേജിലും അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷേ ഡെഫിനറ്റ്ലി ഒരു ട്രോമാറ്റിക് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവരുടെ ആ ഒരു ഇമോഷണൽ ഇതെല്ലാം നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും ആ ഒരു സമയത്ത്. അതൊരു അത്ര എമ്പതിയും അത്രയും അത് മനസ്സിലാക്കാനുള്ള ഇതൊക്കെയുള്ള ആളുകൾക്കാണ് അത് പറ്റുക. കമ്മിങ് ബാക്ക് ടു സെക്ഷുവാലിറ്റി ഹെൽത്ത് എഡ്യൂക്കേഷൻ, ഒരു വളരെ അടുത്തൊരു സുഹൃത്ത് അങ്ങനെ പേഴ്സണലി ഷെയർ ചെയ്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ കുട്ടി ന്യൂറോ ഡൈവേർജൻ്റ് ആണ്, എന്നാൽ അത് വളരെ വിസിബിൾ ആൻഡ് എവിഡൻ്റ് അല്ല, ചുറ്റുമുള്ളവർക്ക് കുറച്ച് പേർക്ക് മാത്രം അറിയുന്ന അങ്ങനെയാണ്. അപ്പോൾ ആ കുട്ടിക്കൊരു വയ്യാത്തൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോഴേക്കും, ഹീസ് ടീനേജറാണ്, അപ്പോൾ വയ്യാത്തൊരു കണ്ടീഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുളിപ്പിക്കുക പോലെയുള്ള കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയത്ത് ഷീ ഈസ് വിറ്റ്നസിങ് ഇറക്ഷൻ. അപ്പോൾ ആൾക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാഞ്ഞിട്ട് ആ സമയത്ത് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് കരഞ്ഞൊരു മൊമെൻ്റ് ഉണ്ട്. തീർച്ചയായിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള മൊമെൻറ്റ്സ് ആക്ച്വലി വെരി പെയിൻഫുൾ. ഇത് അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല, ആ സിറ്റുവേഷൻ എങ്ങനെയാണ് പറഞ്ഞ് മനസ്സിലാക്കേണ്ടതെന്ന് അറിയില്ല. അതെ, ഇതിൻ്റെ ഒരു ഏറ്റവും മിനിമം വേർഷനാണെന്നാണ് തോന്നുന്നത്. നമ്മളിപ്പം പല അമ്മമാരോടും പല പാരൻസിനോടൊക്കെ സംസാരിക്കുമ്പോൾ ഒന്ന് കുട്ടികൾക്ക് ഒരു ഇൻസൈറ്റ് ഉണ്ടാവില്ലല്ലോ, ഇവരെ പാരൻസാണ് അല്ലെങ്കിൽ ബ്രദറാണ് സിസ്റ്ററാണ് അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും കുട്ടികൾക്ക് അങ്ങനെ ഒരു ഇൻസൈറ്റ് കാണണം എന്നില്ല. അപ്പം ഇത് ഒന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പാരൻസ് ആണെങ്കിലും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, സെക്സ് എന്ന് പറയുന്നത് ഏതൊരു ജീവിയുടെയും ബേസിക് ആയിട്ടുള്ള നീഡാണ്. നമ്മൾ മാസ്ലോയുടെ നീഡ് ഹൈറാർക്കി പലരും ഇപ്പോൾ വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാം. അതിൻ്റെ ഏറ്റവും അടിയിൽ കിടക്കുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള നീഡുകളിൽ ഒന്നാണ് ഇപ്പോൾ നമുക്ക് ഓക്സിജൻ പോലെ അല്ലെങ്കിൽ വെള്ളം കുടിക്കുന്നത് പോലെ ഭക്ഷണം കഴിക്കുന്ന പോലെ ആവശ്യമുള്ള ഒരു കാര്യമാണ്. അത് ഒരു ജീവവർഗത്തിൻ്റെ സർവൈവലിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം. അപ്പോൾ സെക്സ് ഒരു ബേസിക് നീഡാണ്. ഓരോ പ്രായത്തിലും ആളുകളുടെ ഒരു റീപ്രൊഡക്റ്റീവ് ഗ്രോത്ത് അനുസരിച്ച്, കുട്ടികളുടെ റീപ്രൊഡക്റ്റീവ് ഗ്രോത്ത് അനുസരിച്ച് അവർക്ക് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മുടെയൊക്കെ പൊതുധാരണ എന്ന് പറയുന്നത് ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് ഇത്തരത്തിൽ പലപ്പോഴും പല മിത്തുകളുണ്ട്. ഡിസബിലിറ്റി ഉള്ള ആളുകൾ എസെക്ഷൽ ആയിരിക്കും, അവർക്ക് സെക്ഷുവലായിട്ടുള്ള ഫീലിങ്സോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലർ വിചാരിക്കുന്നത് ഇവർ ഭയങ്കര ഹൈപ്പർ സെക്ഷലാണ്, ആരെ കണ്ടാലും അങ്ങ് അറ്റാക്ക് ചെയ്ത് കളയും എന്നുള്ള രീതിയിൽ വിചാരിക്കുന്നുണ്ട്. ഇതൊന്നും അല്ല റിയാലിറ്റി. എങ്ങനെയാണോ ഒരു നോർമൽ എന്ന് നമ്മൾ പറയുന്ന കമ്മ്യൂണിറ്റിയിൽ സാധാരണ ജനങ്ങളുടെ ഇടയിൽ ഈ ഒരു വിഷയം ഉള്ളത് അല്ലെങ്കിൽ സെക്ഷുവാലിറ്റി എന്ന് പറയുന്ന കാര്യമുള്ളത്, അതേ രീതിയിൽ തന്നെയാണ് ഡിസബിലിറ്റി ഉള്ള ആളുകളുടെ ഇടയിൽ, ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ള ആളുകളുടെ ഇടയിലൊക്കെ ഉള്ളത്. അവരുടെ ഡെവലപ്മെൻറ്റും അവരുടെ ഹോർമോണൽ ഡെവലപ്മെൻറ്റും ഒക്കെ ആ നോർമലായിട്ടുള്ള രീതിയിൽ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. കുട്ടികൾക്ക് അങ്ങനെ ഓരോ പ്രായത്തിലുണ്ടാകുന്ന വളർച്ചയുടെ ഭാഗമായിട്ട് അത് ഉണ്ടാകുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളെ
കൃത്യമായി ഇവരെ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകത കൂടി നമ്മൾ മനസ്സിലാക്കണം. പല പേരൻസിനും ഒരു കൺസേൺ ഉള്ളത് ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ കുട്ടികൾ ഓവർ ആയിട്ട് ഇതിലേക്ക് പോവുമോ, അല്ലെങ്കിൽ ക്യൂരിയോസിറ്റി കൂടുമോ, അല്ലെങ്കിൽ ഈ കുട്ടിക്ക് അറിയില്ലാത്തതുകൊണ്ട് ഈ കുട്ടി എല്ലായിടത്തും ഈ സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കുമോ, അങ്ങനെയൊന്നും അല്ല ചെയ്യുക. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ട്രെയിൻ ചെയ്യിക്കുകയാണ് ചെയ്യേണ്ടത് കുട്ടികളെ. അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം എന്താണ് പ്രൈവറ്റ് ആയിട്ടുള്ള ബിഹേവിയേഴ്സ്, നമ്മൾ എങ്ങനെയാണ് പബ്ലിക്കിൽ എങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഇപ്പം നമുക്കറിയാം ഈ മൃഗങ്ങളൊക്കെ അവർക്ക് അറിയില്ല ആളുകൾ കാണുമോ, അങ്ങനെ ഒരു ഇൻഹിബിഷൻ ഇല്ല അല്ലേ എന്ന് പറയുന്ന പോലെ എല്ലാ മനുഷ്യരുടെ ഇടയിൽ അവരുടെ ഫ്രോണ്ടോ ടെമ്പറൽ ലോബിൽ ഓക്കെ ഇതാണ് നമ്മൾ പബ്ലിക്കിൽ ബിഹേവ് ചെയ്യേണ്ടത്, നമ്മുടെ പ്രൈവറ്റ് സ്പേസിൽ ഇങ്ങനെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. ഇപ്പം വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇടുന്ന ഡ്രസ്സുകൾ ഇങ്ങനെ ആയിരിക്കില്ല, ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുർത്തയായിരിക്കും അല്ലെങ്കിൽ ഒരു ടോപ്പായിരിക്കും എടുത്തിടുക. അതേസമയം പബ്ലിക്കിൽ നമ്മൾ ആ രീതിയിലല്ല പ്രസൻറ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ കുട്ടികളെ സംബന്ധിച്ചുള്ള അതും ട്രെയിൻ ചെയ്യേണ്ടതാണ്. അവർക്കറിയില്ലേ പബ്ലിക്കിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം, പ്രൈവറ്റിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം. ഇത് സെക്ഷുവാലിറ്റിയുടെ കാര്യത്തിലുണ്ട്. അതെങ്ങനെ നമ്മൾ കുട്ടീനെ ഒരു ലൈഫ് സ്കിൽസ്, ബേസിക് ലൈഫ് സ്കിൽസ് എങ്ങനെ പഠിപ്പിക്കുന്നോ, ഹൈജീൻ എങ്ങനെ പഠിപ്പിക്കുന്നോ. ഇപ്പോൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഹൈജീൻ മാത്രമാണ് പഠിപ്പിക്കുക, വാഷ് ചെയ്യണം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ള കുട്ടികളെ പഠിപ്പിക്കുക. അതേപോലെ തന്നെ കുട്ടികളെ പഠിപ്പിക്കേണ്ടതാണ്, പ്രത്യേകിച്ചും മാസ്റ്റർബേഷനെ കുറിച്ചിട്ടൊക്കെ. അപ്പം ഈ ചില കുട്ടികളൊക്കെ പബ്ലിക്കായിട്ട് മാസ്റ്റർബേറ്റ് ചെയ്ത് ഭയങ്കരമായിട്ട് വിഷമങ്ങൾ പേരൻസും ടീച്ചേഴ്സും ഒക്കെ അനുഭവിക്കുന്നതൊക്കെ നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട്, കണ്ടിട്ടുണ്ട്. അത്തരം കണ്ടീഷൻസിലൊക്കെ നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുക ചെയ്യേണ്ടത്. അവർക്ക് അതൊരു നീഡാണ്, മാസ്റ്റർബേറ്റ് ചെയ്യുക എന്നുള്ളത് അവരുടെ ഒരു നീഡാണ്. അത് പ്രൈവറ്റായിട്ട് ഹൈജീനിക്കായിട്ട് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അല്ലാതെ ഇത് ചെയ്യുന്നത് എന്തോ വലിയ പ്രശ്നമാണ്, അല്ലെങ്കിൽ ചില ആളുകൾ പറയും നമ്മൾ ഈ ചിന്തകളെയൊക്കെ അങ്ങ് ഡൈവേർട്ട് ചെയ്താൽ അങ്ങ് ഓക്കെ ആവും, ഇല്ലേ, കളിക്കാൻ വിട്ടാൽ മതി, അല്ലെങ്കിൽ വേറെ പ്രാർത്ഥനയിലൂടെ നമുക്ക് ശരിയാക്കാം, അങ്ങനെയൊക്കെ കരുതുന്നവരുണ്ട്. ചെറിയ ചെറിയ ചിലപ്പോൾ കുറച്ച് ദിവസത്തേക്കോ കുറച്ച് സമയത്തേക്കോ ഒക്കെ വ്യത്യാസങ്ങൾ വരും എന്നല്ലാണ്ട് ലോങ് ടേം ആയിട്ട് ഈ കാര്യങ്ങളെ മാനേജ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇതിനെ ശാസ്ത്രീയമായിട്ട് തന്നെ കാണുകയും ശാസ്ത്രീയമായിട്ട് തന്നെ അതിനെ ട്രെയിൻ ചെയ്യുക തന്നെ വേണം. പണ്ടൊക്കെ വിചാരിച്ചിരുന്നത് കാണാൻ ടിപ്പിക്കലി വിസിബിളി അറിയാവുന്ന ഇത് മാത്രമാണ് ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കേസസ് എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലത്ത് നിന്ന് ഭയങ്കരമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ കാഴ്ചയിൽ ആ ഒരു വ്യത്യാസം ഇല്ലാത്തതുകൊണ്ട് തന്നെ വേറെ എന്തൊക്കെ സിംറ്റംസ് ഉണ്ടായിട്ടും ഐഡൻറ്റിഫൈ ചെയ്യാതെ പോയിട്ടുള്ള ഏർലി ഇൻ്റർവെൻഷൻ ഒന്നും നടക്കാതെ പോയിട്ടുള്ള കേസസും ഉണ്ടാവും. അപ്പോൾ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള കുട്ടിയുടെ പേരൻസ് കടന്നു പോകുന്ന കുറേ സ്ട്രഗിൾസ് ഉണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കാറില്ല. ഇപ്പോൾ ഡേ ടു ഡേയിൽ അവർക്ക് ഡെഫിനറ്റായിട്ട് അവർ തെറാപ്പി പോകുന്നുണ്ടായിരിക്കും, അവർക്ക് കൺസൾട്ടൻസ് ഉണ്ടായിരിക്കും. പക്ഷെ എന്നാലും ഇൻ ജനറൽ അവരോട് പറഞ്ഞു കൊടുക്കാറുള്ള കുറച്ച് ടൂൾസ്, അവർക്ക് ഹാൻഡി ആയിട്ട് എപ്പോഴും ഉപയോഗിക്കാവുന്ന ടൂൾസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ന്യൂറോ ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇപ്പം ഒരു ഫാഷനായിട്ട് മാറിയിട്ടുണ്ട്. എനിക്ക് ഓട്ടിസം ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് ADHD ഉണ്ട്, എനിക്ക് ഇന്ന അസുഖമുണ്ട് എന്നൊക്കെ സ്വയം പറയുന്ന ഒരു കണ്ടീഷൻ. ഇപ്പം ഞാനത് പേഴ്സണലി പറയുന്ന ചെറുപ്പകാലത്ത് ഞാൻ ADHD ഡയഗ്നോസ്ഡ് ഒന്നുമല്ല, പക്ഷെ എൻ്റെ കുറേ ബിഹേവിയേഴ്സ് ഈ പറയുന്ന ഹൈപ്പർ ആക്റ്റീവ് ആയിരുന്നു, അങ്ങനെയുള്ളത് കൊണ്ടാണ്. അപ്പോൾ എൻ്റെ പാരൻറ്റ്, എൻ്റെ മദർ ഇപ്പോഴും പറയുന്നൊരു കാര്യം, നീ ജീവനോടെ ഈ ഒരു പ്രായം വരെ എത്തുമെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിരുന്നില്ല. അപ്പം ഇത് അന്ന് അൺഡയഗ്നോസ്ഡ് ആയിട്ട് പോയിട്ടുള്ളതായിരിക്കാം എന്ന് ഞാൻ എന്നെക്കുറിച്ച് വിചാരിക്കുന്നതാണ്. ഇതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചറിഞ്ഞു കഴിഞ്ഞപ്പം, അതിനെക്കുറിച്ച് കൂടുതൽ വായിച്ചു കഴിഞ്ഞപ്പോഴൊക്കെ എനിക്ക് തന്നെ തോന്നിയൊരു കാര്യമാണ്. പക്ഷേ ഇപ്പോഴും ഡയഗ്നോസ്ഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാനൊരു ADHD ഉള്ള ആളാണെന്ന് ഞാൻ പറയാറില്ല. എനിക്ക് ആ ട്രെയ്റ്റ്സ് ഉണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ എൻ്റെ പാരൻസ് സഫർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ADHD ഉള്ള കുട്ടികൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഓട്ടിസം പോലെയുള്ള കണ്ടീഷൻസ് ഉള്ള കുട്ടികളുടെ പാരൻസിനെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. കാരണം ഇവർ വളരെ സഫർ ചെയ്യുന്ന ആളുകളായിരിക്കും. ഒരു 24/7 സാധാരണ ഒരു ജീവിതം നയിക്കുന്ന ആളുകളെ അല്ല. ഒന്നാമത്തെ കാര്യം പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത് കൃത്യമായിട്ട് കുട്ടീനെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ കൊച്ചു ഭയങ്കര ഓടിപ്പാഞ്ഞ് കിടക്കുന്നുണ്ട്, അവന് ADHD-യാണ്. ഇത് സാധാരണയാണ് കൊച്ചുങ്ങൾ ഓടിപ്പാഞ്ഞ് കിടക്കുന്നത്, വികൃതി കാണിക്കുന്നത്, മരത്തിൻ്റെ മേളിൽ കയറുന്നത്, ചാടുന്നത്, ഓടുന്നത്, ഇതൊക്കെ വളരെ സ്വാഭാവികമായിട്ട് അവരുടെ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. എങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യാന്ന് വെച്ചാൽ, ഒരു കുട്ടി നമ്മളെപ്പോഴാണ് ഒരു കുട്ടീനെ ഒരു ഡയഗ്നോസിസ് വേണം എന്ന് നമുക്ക് തോന്നുന്നത്, പാരൻസിന് പ്രോബ്ലം ബിഹേവിയർ ആണെന്ന് തോന്നുന്നിടത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ സേവനം എടുക്കാം. എനിക്ക് കുട്ടീനെ മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഈ പാരൻറ്റിനെ എഡ്യൂക്കേറ്റ് ചെയ്യുമ്പോൾ കുട്ടീനെ എങ്ങനെ മാനേജ് ചെയ്യാം എന്നുള്ളത് ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കുമ്പോൾ തന്നെ ആ കുട്ടീനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഒരു കുട്ടിക്കൊരു യഥാർത്ഥത്തിലൊരു ന്യൂറോളജിക്കലായിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ ആ ഒരു സെറ്റിങ്ങിൽ മാത്രമായിരിക്കില്ല അത് കാണിക്കുക. വീട്ടിലും ചിലപ്പോൾ വീട്ടിലും അതേപോലെ തന്നെ ആയിരിക്കും, സ്കൂളിൽ അതേപോലെ ആയിരിക്കും, കമ്മ്യൂണിറ്റിയിലും അതേപോലെ ആയിരിക്കും. അല്ലാതെ ഒരിടത്ത് അവൻ ഭയങ്കര പ്രശ്നം ഉണ്ടാകുന്നുണ്ട്, മറ്റിടത്ത് ഒരു കുഴപ്പമില്ല. സ്കൂളിൽ ചെല്ലുമ്പോൾ കൊച്ചു ഓക്കെയാ, അല്ലെങ്കിൽ സ്കൂളിൽ ഭയങ്കര പ്രശ്നക്കാരനാണ്, എന്നാൽ വീട്ടിൽ വരുമ്പോൾ കൊച്ചിന് പ്രശ്നമില്ല.
ഇതൊക്കെ ആ എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നമാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് അവിടെ കൃത്യമായ ഇൻ്റർവെൻഷൻ ചെയ്താൽ മതി. എന്തുകൊണ്ടാണ് ഈ കുട്ടി ഇങ്ങനെ കാണിക്കണേ? നമ്മൾ ഈ ലേണിങ്ങിൽ പറയാറുണ്ട്, ഒരു ബിഹേവിയറൽ പ്രോബ്ലം എന്ന് പറഞ്ഞൊരു സാധനം, അല്ലെങ്കിൽ കുട്ടികൾ പഠിക്കാതിരിക്കുക എന്ന് പറയുന്നതോ കുട്ടികൾ ഒരു ക്ലാസ്സിൽ അടങ്ങി ഒതുങ്ങി ഇരിക്കാതിരിക്കുന്നതൊന്നും കുട്ടിയുടെ പ്രശ്നമല്ല, അത് എൻവയോൺമെൻറ്റിൻ്റെ പ്രശ്നമാണ്. ടീച്ചറാണ് അത് പഠിക്കേണ്ടത്. എങ്ങനെയാണ് ആ കുട്ടീനെ മനസ്സിലാക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് പോലെ ഈ കുട്ടിക്ക് പ്രശ്നമുണ്ടോ ഇല്ലയോ. ഇപ്പോൾ നമ്മൾ ലേണിംഗ് ഡിസബിലിറ്റി ആണെന്നും പറഞ്ഞുകൊണ്ട് പല കുട്ടികളെയും ഡയഗ്നോസിസിനൊക്കെ വിടാറുണ്ട്. പക്ഷേ അത് ലേണിംഗ് ഡിസബിലിറ്റി ആവണമെന്നില്ല. സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് നമ്മൾ പറയാറുണ്ട്. എന്താ ഈ സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ്സും ലേണിംഗ് ഡിസബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് എന്ന് പറയുന്നത് ഈ കുട്ടി ഗ്ലോബലായിട്ട് എല്ലാ കാര്യത്തിലും അവർക്ക് പിന്നോട്ട് ആയിരിക്കും. മാത്സിലും ഇംഗ്ലീഷിലും സയൻസിലും എല്ലാത്തിലും ഈ കുട്ടിക്ക് മാർക്ക് കുറവായിരിക്കും. അത് മാത്രമല്ല, ഈ കുട്ടിക്ക് ചിലപ്പോൾ ഫാമിലിയിലുള്ള ചിലപ്പോൾ പാരൻസ് രണ്ടുപേരും അല്ലെങ്കിൽ ഫാദർ കള്ളു കുടിച്ചിട്ട് തന്നെയായിരിക്കും, വീട്ടിൽ ഇരുന്ന് പഠിക്കാൻ പറ്റണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും ആ കുട്ടിക്ക് മാർക്ക് കുറയണേ. അത് കറക്റ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിയുടെ പ്രശ്നം മാറും. അല്ലെങ്കിൽ സ്കൂളിൽ ടീച്ചർ പറയണ അവന് മനസ്സിലാവണമെന്നില്ല. അല്ലെങ്കിൽ ഇവന് ഫിസിക്കലായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നം കാണും. ഇപ്പോൾ കണ്ണിന് കാഴ്ചക്കുറവ്, ചിലപ്പോൾ ഡയഗ്നോസ് ചെയ്യാത്ത കാഴ്ചക്കുറവ് കാണാം. ഇപ്പോൾ ബോർഡിൽ എഴുതുന്ന വായിക്കാൻ പറ്റുന്നില്ല, ചെവി ശരിക്കും കേൾക്കുന്നില്ല. അപ്പം ഇത്തരം കാര്യങ്ങളെല്ലാം റൂൾ ഔട്ട് ചെയ്തിട്ടും ഈ പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ കുട്ടീനെ ലേണിംഗ് ഡിസബിലിറ്റി പോലെയുള്ള കണ്ടീഷൻസ് സസ്പെക്ട് ചെയ്യുന്നത്. ഇനി ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു സബ്ജക്റ്റിനായിരിക്കും ചിലപ്പോൾ പ്രശ്നം. മേ ബി അവനെ എഴുതാനായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ വായിക്കാനായിരിക്കും പ്രശ്നം, മനസ്സിലാക്കുന്നതിലായിരിക്കും, അല്ലെങ്കിൽ കണക്ക് ഇതിലായിരിക്കും പ്രശ്നം. അപ്പോൾ ഏതെങ്കിലും ഒരു ഏരിയയിൽ ഭയങ്കര വീക്കായിരിക്കുകയും മറ്റേതിലൊന്നും വലിയ കുഴപ്പമില്ലാതിരിക്കുകയും ചെയ്യും. കൂടാതെ IQ നോർമൽ, എബോവ് നോർമൽ ആയിരിക്കാം. ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളുടെ IQ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നോർമലോ എബോവ് നോർമലോ ആയിരിക്കണം. അങ്ങനെയുള്ള കുട്ടീനെ മാത്രമേ നമുക്ക് ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടീന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുള്ളൂ. അതൊരു ന്യൂറോളജിക്കൽ കണ്ടീഷനാണ്. അവിടെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് നമുക്ക് ഈ കുട്ടീനെ ട്രെയിൻ ചെയ്യിക്കാൻ പറ്റില്ല. അതേസമയം സ്കോളാസ്റ്റിക് ബാക്ക്വേർഡ്നെസ് ഉള്ള കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഇൻ്റർവെൻഷൻ കൊടുത്തു കഴിഞ്ഞാൽ, പ്രോപ്പറായിട്ടുള്ള ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ ആ കുട്ടീനെ നമുക്ക് ചിലപ്പോൾ സാധാരണഗതിയിൽ ആ കുട്ടീനെ പഠിപ്പിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ചിലപ്പം മെൻ്റലി ചാലഞ്ചഡ് ആയിട്ടുള്ള IQ ലെവൽ കുറഞ്ഞിട്ടുള്ള കുട്ടിയായിരിക്കും. അപ്പോൾ ആ കുട്ടിക്ക് സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. ഇനി ADHDയുടെ കേസ് വരുമ്പോഴത്തേക്കും, എൻ്റെ കൊച്ചു ഭയങ്കര വികൃതിയാണ്, അവന് ADHD ആണ്. ഇങ്ങനെ ഇപ്പം വികൃതിയാണെന്നും കൂടെ അല്ല പറയണേ, എൻ്റെ കൊച്ചിന് ADHD ആണെന്നാണ് പല പേരൻസും പറയണേ. സ്വാഭാവികമാണ് ആ വികൃതിത്തരം എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഈ ADHD പോലുള്ള കണ്ടീഷൻസ് ഉള്ള കുട്ടികൾ അവരുടെ ഇൻറ്റേർണലായിട്ടുള്ള പ്രശ്നങ്ങൾ കൊണ്ടാണ് അവർ ഇതുണ്ടാക്കുന്നത്. ഇമ്പൾസീവ് ആയിരിക്കും. ഇമ്പൾസീവ് എന്ന് പറഞ്ഞാൽ എടുത്തു ചാടി അപകടം മുന്നിൽ കാണാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ ചെയ്യുക, റോഡിൻ്റെയൊക്കെ നേരെ അങ്ങ് ഓടിപ്പോവുക നോക്കാണ്ട്. അപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആണ് ഇമ്പൾസീവ് ആയിട്ടുള്ള കുട്ടികൾ. പിന്നെ ഹൈപ്പർ ആക്ടിവിറ്റി, ഭയങ്കരമായിട്ട് എന്താ പറയുക, ഒരു ടൊർണാഡോ. ഇപ്പോൾ പലപ്പോഴും നമ്മുടെ റൂമിലേക്കൊക്കെ കയറി വരുമ്പോൾ ഒരു ടൊർണാഡോ വരണ പോലെ ആയിരിക്കും. ഇങ്ങനെ വന്നിങ്ങ് സ്പിൻ ചെയ്ത് പോയി, കയ്യിലിരിക്കുന്നൊക്കെ ഇങ്ങോട്ട് എറിഞ്ഞ്. ഒരു ഹൈപ്പർ ADHD ഒക്കെ റിയൽ ആയിട്ട് കണ്ടു കഴിഞ്ഞാൽ പാരൻസ് പറയും, അയ്യോ എൻ്റെ കൊച്ചിന് ഒരു കുഴപ്പമില്ല കേട്ടോ, ADHD എന്ന് പറഞ്ഞാൽ ഇതാണല്ലേ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ തീർച്ചയായിട്ടും ഡയഗ്നോസ് ചെയ്യേണ്ട ഒരു കേസാണ്. ഡോക്ടറുടെ അടുത്ത്, ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് ടെസ്റ്റുകളുണ്ട്, ADHD സ്ക്രീനിങ് ടെസ്റ്റുകളൊക്കെ ഉണ്ട്. അതൊക്കെ എടുത്ത് നമുക്ക് ഈ കുട്ടിക്ക് ADHD ഉണ്ടോ, ചിലപ്പോൾ അറ്റൻഷൻ ഡെഫിസിറ്റ് മാത്രമായിരിക്കും ഉണ്ടാവുക, ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവണമെന്നില്ല. ADD എന്ന് പറയുന്ന കണ്ടീഷനുണ്ട്. അപ്പം അത്തരത്തിൽ പല ഡൈവേഴ്സ് ആയിട്ടുള്ള ഡയഗ്നോസിസ് ഉണ്ടാവാം. അത് കൃത്യമായ ഒരു പ്രൊഫഷണൽ ഡയഗ്നോസിസിലേക്ക് പോകണം. നമ്മൾ ഈ ഗൂഗിളൊക്കെ നോക്കിയിട്ട് എൻ്റെ കൊച്ചിന് അതാ ഇതാന്ന് പറഞ്ഞ് ടെൻഷൻ അടിക്കുന്നതിന് പകരം അങ്ങനെ ഒരു ഡൗട്ട് തോന്നിക്കഴിഞ്ഞാൽ, പാരൻസിന് ഒരു ഒരു സസ്പീഷ്യസ് ആണെങ്കിൽ, പാരൻസിന് ഒരു സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടത് അടുത്തൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് കാണിക്കുക എന്നുള്ളതാണ്. അതിൽ ഏർലി വാർണിംഗ് സൈൻ ആയിട്ടുള്ളത് ലാംഗ്വേജിൻ്റെ പ്രശ്നമാണ്. കുട്ടി നന്നായിട്ട് സംസാരിക്കുന്നില്ല. ചിലപ്പോൾ നമ്മുടെ പീഡിയാട്രീഷ്യൻ പറയും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമായിരിക്കും. കാരണം പീഡിയാട്രീഷ്യനെ കുറ്റം പറയാൻ പറ്റില്ല, ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവർക്ക് സമയമില്ല. അപ്പം അങ്ങനെ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഈവൻ ഒരു സ്പീച്ച് തെറാപ്പിസ്റ്റിനെ കണ്ടാലും മതി. സ്പീച്ച് തെറാപ്പിസ്റ്റുകളാണ് ഏറ്റവും കൂടുതൽ ഈ കുട്ടികളെ ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഡയറക്റ്റ് ചെയ്യാറുള്ളത്. കാരണം അവരുടെ അടുത്താണ് ആദ്യം ഈ സൈനും കൊണ്ട് ചെല്ലുക. എൻ്റെ കൊച്ചു മിണ്ടുന്നില്ല, അല്ലെങ്കിൽ കൊച്ചിന് സംസാരത്തിന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞായിരിക്കും ചെല്ലുന്നത്. അവിടെ നിന്നാണ് ഈ സ്പീച്ച് തെറാപ്പിസ്റ്റുകളാണ് പലപ്പോഴും ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് വിടാറുള്ളത്. അപ്പോൾ അങ്ങനെ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചുകൊണ്ടിരിക്കാതെ എത്രയും നേരത്തെ, അപ്പോൾ അങ്ങനെ ഒരു സംശയം തോന്നിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒന്ന് കാണുക. ഒരു സ്ക്രീനിങ് എടുക്കുന്നതിൽ വലിയ തടസ്സമൊന്നുമില്ല. പിന്നെ ഇതിനകത്ത് കുറേ സ്റ്റിഗ്മയൊക്കെ ഉണ്ട് കേട്ടോ, എൻ്റെ കൊച്ചിന് ഭ്രാന്താന്ന് പറയും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് നാട്ടുകാർ. അതൊക്കെ മാറ്റി വെക്കേണ്ട കാലമായി. നമ്മൾ കുറെ കൂടി പ്രൊഫഷണലായിട്ടും കുറെ കൂടി നമ്മുടെ കുട്ടിക്ക് എന്താണോ ബെനിഫിറ്റ് അത് ചിന്തിക്കേണ്ട ഒരു കാലമായിട്ടുണ്ട്.
അപ്പം കൃത്യമായ സ്ക്രീനിങ്ങിലൂടെ ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം. ഈ പ്രെഡിക്റ്റബിലിറ്റി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആയി കുട്ടികൾക്ക്? അത് ഈ ന്യൂറോഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും കുട്ടികൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 2 തരത്തിലാണ്. ചില കേസുകളിൽ നമ്മൾ പറയില്ലേ ഭയങ്കര വാശിക്കാരനാണ് എന്നുള്ളത്. എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് വാശി ഉണ്ടാവണേ? റിവാർഡെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ എത്ര പ്രായം വരെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കും, അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരുന്ന് തമാശ പറയുകയും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോഴത്തെ ഭയങ്കര ബിസി ആയിട്ടുള്ള ലൈഫിൽ പാരൻസിനൊന്നും അതിന് സമയമില്ല. അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഈ കുട്ടിയുടെ ഈ ഹൈപ്പർ ആക്റ്റീവ് ബിഹേവിയർ ഉള്ളത്. ഈ കുട്ടിക്ക് വേറൊന്നും ചെയ്യാനില്ല. അപ്പോൾ ഈ കുട്ടിയുടെ ഇമോഷണൽ പ്രശ്നങ്ങളൊക്കെ ഈ കുട്ടി ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ പാരൻസിൻ്റെ അറ്റൻഷൻ വാങ്ങിക്കാനായിരിക്കും. ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ഒരു ഹാളിലിരുന്ന് കളിച്ചുകൊണ്ടിരിക്കുക, പാരൻസ് കിച്ചണിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഈ കുട്ടിക്ക് പാരൻസിൻ്റെ ആവശ്യമുള്ളപ്പോൾ ഈ ചിലപ്പോൾ ഒന്ന് ചിണുങ്ങുമ്പോൾ പാരൻറ്റ് ശ്രദ്ധിക്കില്ല, പിന്നെ കുറേ കരയുമ്പോഴും ചിലപ്പോൾ ശ്രദ്ധിക്കണമെന്നില്ല. ഇതും കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടി എന്താ ചെയ്യുക? കയ്യിലിരിക്കണ എന്തെങ്കിലും ഒരു സാധനം എടുത്തെറിയും. അപ്പോൾ പാരൻ്റ് അവിടെ നിന്ന് ചോദിക്കും എന്താ കാണിക്കണേ അല്ലെങ്കിൽ എന്താ ചെയ്യണമെന്ന് ചോദിക്കും. കുട്ടി കുറച്ച് നേരത്തേക്ക് ശാന്തമാവും. കാരണം എന്താ, നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്, നെഗറ്റീവ് റിവാർഡ് ഈസ് ബെറ്റർ ദാൻ നോ റിവാർഡ്. അറ്റ്ലീസ്റ്റ് വഴക്കെങ്കിലും പറയണം. പിള്ളേർ എന്തിനാ ഏറ്റവും കൊച്ചു എപ്പോഴും വഴക്ക് പറഞ്ഞാലേ ശരിയാവുള്ളൂ. കാരണം അവന് വഴക്കെങ്കിലും വേണം. നിങ്ങൾ സ്നേഹം തരുന്നില്ലേ, സ്നേഹം വേണ്ട, എനിക്ക് വഴക്ക് വേണം. ഒന്നുമില്ലാതെ അവസ്ഥ അവർക്ക് പറ്റില്ല. ഇത് പാരൻസ് മനസ്സിലാക്കണം. അപ്പോൾ ഈ ബിഹേവിയറൽ പ്രോബ്ലംസ് കാണിക്കുന്നതൊക്കെ ഈ റിവാർഡിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ. അവരെ ചിലപ്പോൾ ഒന്ന് സംസാരിച്ചാൽ മതിയായിരിക്കും, അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ മതിയായിരിക്കും, കൂടെ ഇരുന്നാൽ മതിയാവും. ഇത് നമ്മൾ ചെയ്യുക. ഇത് ചെയ്യാണ്ടാണ് നമ്മുടെ കൊച്ചിന് ADHD ആണ് അല്ലെങ്കിൽ അതാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പാരൻസ് ഇരിക്കുന്നത്. ആ റിവാർഡ് കൊടുക്കുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ഈ ബിഹേവിയറൽ പ്രോബ്ലം എന്ന് പറയുന്നത് തന്നെ 2 തരത്തിൽ നമ്മൾ പറയാറുണ്ട്. ടാൻഡ്രംസ് എന്ന് പറയും. ടാൻഡ്രംസ് നമ്മൾ കേട്ടിട്ടുണ്ടാവും, സാധാരണ ഉപയോഗിക്കുന്ന വാക്കാണ്. ടാൻഡ്രം എങ്ങനെയാണെന്ന് വെച്ചാൽ ആ കുട്ടി ഇൻറ്റൻഷനലി ചെയ്യുന്ന കാര്യമാണ്. അതായത് ഇപ്പോൾ എനിക്കൊരു സൂപ്പർ മാർക്കറ്റിൽ പോയി എനിക്ക് ആ ടോയ് വേണം, ചിലപ്പോൾ നിലത്ത് കിടന്ന് ഉരുണ്ട് ബഹളം വെച്ച് അപ്പോൾ പാരൻ്റ് എന്ത് ചെയ്യും? കുറേ കഴിയുമ്പോൾ നാട്ടുകാർ കാണുമല്ലോ എന്ന് ഓർത്തിട്ട് ഈ ടോയ് വാങ്ങിച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും പല പാരൻസും ചെയ്യുന്ന ഒരു അബദ്ധമാണ്. പക്ഷേ അങ്ങനെ കുട്ടി കരഞ്ഞോട്ടെ, ആ ഒരു ബിഹേവിയറിനെ നമ്മൾ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ ആ ബിഹേവിയർ അല്ലെങ്കിൽ ഉറച്ചു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആ ബിഹേവിയറിന് ഒരു റിവാർഡ് കിട്ടുമ്പോഴാണ് അത് ഉറച്ചു പോണത്. അപ്പോൾ ഇത് കുട്ടി കിടന്ന് കരയുന്നത് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ കൊച്ചിന് മനസ്സിലാവും എന്താ, ചോദിച്ചപ്പോൾ വാങ്ങിച്ചു തന്നില്ല, കരഞ്ഞപ്പോൾ വാങ്ങിച്ചു തന്നില്ല, നിലത്ത് കിടന്ന് ഉരുണ്ട് നാട്ടുകാരെ കാണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ സാധനം വാങ്ങിച്ചു തന്നു. അപ്പം നമ്മളെന്താ ചെയ്യണേ? കുട്ടികളെ ഇത് പഠിപ്പിക്കുക. നീ എന്ത് ചെയ്യണം? നിനക്കൊരു സാധനം കിട്ടണമെങ്കിൽ നീ ബഹളം ഉണ്ടാക്കണം അല്ലെങ്കിൽ അക്രമം കാണിക്കണം. അങ്ങനെയാണ് പല ആളുകൾ അക്രമകാരികളൊക്കെ ആയിട്ട് മാറുന്നതേ. ഇത് പാരൻസ് മനസ്സിലാക്കിയിട്ടുണ്ടാവണം. ഇനി വേറൊരു കേസ്, ഇപ്പോൾ ന്യൂറോഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് ഓട്ടിസം പോലെയുള്ള ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റീസ് ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇത്തരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കാം. പക്ഷെ അതിന് നമ്മൾ ടാൻഡ്രം എന്നല്ല പറയാം, മെൽറ്റ് ഡൗൺസ് എന്നാണ് പറയാം. കാരണം അവർക്ക് അതിൻ്റെ കാരണം അറിയില്ല. കുട്ടിക്ക് ഇവിടെ ഒരു ഗോളുണ്ട്. ബിഹേവിയറൽ പ്രോബ്ലം കാണിക്കുന്ന ടാൻഡ്രം കാണിക്കുന്ന ഒരു കൊച്ചിന് ഒരു ഗോളുണ്ട്, ആ സാധനം അച്ചീവ് ചെയ്താൽ അവൻ്റെ ടാൻഡ്രം മാറി. പക്ഷേ ഈ മെൽറ്റ് ഡൗൺ ഉള്ള കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവനറിയില്ല. ആ കുട്ടി കരയുന്ന എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് പലപ്പോഴും പാരൻസാണ്. കാരണം കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല കുട്ടികൾക്ക്. മിക്കവാറും ഡെവലപ്മെൻറ്റൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കമ്മ്യൂണിക്കേഷൻ ഒരു പ്രശ്നമായിരിക്കും. അപ്പോൾ ഇത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ചിലപ്പം ടോയ്ലറ്റിൽ പോകാനായിരിക്കും. ഇപ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞിൻ്റെ പ്രശ്നം ഒരു ദിവസം ഇതുപോലെ ഭയങ്കര കരച്ചിൽ എറിഞ്ഞ് കഴിഞ്ഞപ്പം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്യാം, മേഘങ്ങൾ ഇങ്ങനെ കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ആ ഒരു അന്തരീക്ഷം ഈ കുട്ടിക്ക് പറ്റുന്നില്ല. മഴ എന്ന് പറയുന്ന ഈ കുട്ടിക്ക് പറ്റുന്നില്ല. അപ്പം അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ എന്താണ് ഈ കുട്ടിയുടെ പ്രശ്നം എന്നുള്ളത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ചിലപ്പോൾ ചൂട് കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ ടോയ്ലറ്റിൽ പോകാനായിരിക്കും, വിശന്നിട്ടായിരിക്കും. ഇതൊന്നും എക്സ്പ്രസ് ചെയ്യാൻ കുട്ടികൾക്ക് പറ്റാത്തതുകൊണ്ടാണ് ഈ കുട്ടികൾ ആ ബിഹേവിയറൽ പ്രോബ്ലം കാണിക്കുന്നത്. അതുപോലെ ചിലർക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള നീഡ്സ് ഉണ്ട്. ഇപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു കുറച്ച് കമ്മ്യൂണിക്കേഷനൊക്കെ ഉള്ള വെർബലായിട്ടുള്ള ഒരു ഓട്ടിസം ഉള്ള ഒരു കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ കുട്ടീനെ സംബന്ധിച്ചിടത്തോളം ഈ സെൽഫ് ഹാം ബിഹേവിയേഴ്സ് ഒക്കെ ഉള്ള ചില ആളുകളുണ്ടല്ലോ, വെർബലായിട്ടുള്ള ചില ആളുകൾ അങ്ങനെ കാണിക്കാറുണ്ട്. അപ്പം ഞങ്ങളൊരിക്കൽ ഒരു ക്യാമ്പിൽ നിന്ന് കഴിഞ്ഞപ്പോൾ ഒരാളെന്നോട് പറഞ്ഞതാണ്, ഭയങ്കരമായിട്ടുള്ള സെൽഫ് ഹാം ബിഹേവിയർ അല്ലെങ്കിൽ ആ ഇൻറ്റൻഷൻ വന്നു കഴിഞ്ഞപ്പം അവിടെ ഒരു മ്യൂളുണ്ടായിരുന്നു. ഈ കുതിരയും കഴുതിയല്ലാത്തൊരു ജീവി ഉണ്ടല്ലോ. അപ്പോൾ ഈ മ്യൂളിൻ്റെ അടുത്തേക്ക് ആരും പോകരുതെന്ന് അവിടുത്തെ കെയർ ടേക്കർ പറഞ്ഞിട്ടുണ്ട്. കാരണം അത് ഭയങ്കരമായിട്ട് ചവിട്ടും. അപ്പോൾ ഈ ആളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈ മ്യൂളിൻ്റെ അടുത്തേക്ക് അങ്ങ് ചെന്നു, കാരണം എന്നെ ചവിട്ടെന്നും പറഞ്ഞിട്ട്. പക്ഷെ മ്യൂള് മൈൻഡ് ചെയ്തില്ല അത്രേ. അത് ഭയങ്കര സങ്കടമായിട്ടാണ് ഇവർ പറയുന്നത്. കാരണം എങ്ങനെയും ആ ഒരു നീഡുണ്ടല്ലോ അത് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത് ഇവരുടെ ആവശ്യമാണ്. ആ ഒരു സെൽഫ് ഹാം എന്നുള്ള ഒരു നീഡ് ഫുൾഫിൽ ചെയ്യുക എന്നുള്ളത്. ഇത് നമ്മൾ പറയുമ്പോൾ അയ്യോ അങ്ങനെയും ഉണ്ടോ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ തോന്നും. പക്ഷെ അങ്ങനെയും മനുഷ്യരുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഇവർ അപകടമില്ലാത്ത രീതിയിൽ
അത് വെന്റിലേറ്റ് ചെയ്യാനായിട്ടുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ കുട്ടികളാണെങ്കിൽ ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പി വലിയ എഫക്റ്റീവായിട്ടുള്ളൊരു മെത്തേഡാണ്. അത് ഒരു ടീമായിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും എഫക്റ്റീവ്. പക്ഷേ അതിനകത്ത് തന്നെ ഒക്യുപേഷണൽ തെറാപ്പി ഇത്തരം പല ബിഹേവിയറൽ ഇഷ്യൂസിനെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പം ഒരു ടീമിലേക്ക് വന്നു കഴിയുമ്പോൾ പ്രൊഫഷണൽ ഒരു സൈക്കോളജിസ്റ്റ് ഇത് ഡയഗ്നോസ് ചെയ്യുകയും ബിഹേവിയറൽ തെറാപ്പി കൊടുക്കുകയൊക്കെ ചെയ്യുന്നത് സൈക്കോളജിസ്റ്റാണ്. ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് ചെയ്യുന്നത് ഡേ ടു ഡേ ലൈഫിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ ഡേ ടു ഡേ ലൈഫിലുള്ള പ്രശ്നങ്ങൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് പറഞ്ഞു കൊടുക്കും. ആക്ടിവിറ്റീസ് ഓഫ് ഡെയിലി ലിവിങ് എന്നാണ് നമ്മൾ സാധാരണ പറയാതെ ദൈനംദിന കാര്യങ്ങൾ ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റാണ്. സ്പീച്ച് തെറാപ്പിസ്റ്റ് എന്ന് പറയുന്ന ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് പഠനവുമായിട്ട് ബന്ധപ്പെട്ട കുട്ടിയുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടീം ഒരുമിച്ച് ഇരുന്നാലാണ് ഇത്തരത്തിൽ ഗ്ലോബൽ ഡെവലപ്മെൻറ്റൽ ഡിലേ ഉള്ള അല്ലെങ്കിൽ മൊത്തത്തിൽ ഇത്തരത്തിലുള്ള പല ചാലഞ്ചസും ഉള്ള കുട്ടികളെ പ്രോപ്പറായിട്ട് അവരെ ട്രെയിൻ ചെയ്യിച്ചെടുക്കാൻ നമുക്ക് പറ്റുന്നത്. അപ്പോൾ ആ രീതി പ്രൊഫഷണലായിട്ട് തന്നെ നമ്മൾ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട കാര്യം. പലപ്പോഴും നമ്മൾ എവിടെ നിന്നെങ്കിലുമൊക്കെ കേൾക്കണ ഇൻഫർമേഷൻ വെച്ചിട്ട് അങ്ങ് ഡയഗ്നോസ് ചെയ്ത് പോവുക ചെയ്യുക. അങ്ങനെ ചെയ്യാതിരിക്കുക. ഇപ്പോൾ അതിപ്പോൾ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യമാണെങ്കിലും അതെ, പ്രൊഫഷണൽ സപ്പോർട്ട് എടുക്കുക എന്നുള്ളതാണ് ചെയ്യാൻ പറ്റുന്നത്. നമുക്ക് പലപ്പോഴും വീട്ടിൽ ചിലപ്പോൾ കുട്ടീനെ ഇതിൽ നിന്നും ട്രെയിൻ ചെയ്യിക്കാൻ പറ്റണമെന്നില്ല. പക്ഷേ നിങ്ങളുടെ തെറാപ്പിസ്റ്റിനോട് സംസാരിക്കാം, കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, എൻ്റെ കുഞ്ഞ് ഇത്തരം പലപ്പോഴും പാരൻസ് പറയില്ല, കാരണം നാണക്കേടാണെന്നൊക്കെ വിചാരിച്ചിട്ട് പാരൻസ് പറയില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ബിഹേവിയേഴ്സ് കുട്ടികൾ കാണിച്ചു തുടങ്ങുമ്പോൾ അത് പറയണം. അതുപോലെ തന്നെ പെൺകുട്ടികളുടെ ഒരു വലിയ പ്രശ്നമാണ് ഈ മെൻസ്ട്രുവേഷനുമായിട്ട് ബന്ധപ്പെട്ട്. അപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ സെൻസിറ്റിവിറ്റി ഇഷ്യൂസൊക്കെ ഉള്ള കുട്ടികൾ പാഡൊക്കെ ഉപയോഗിക്കാൻ എത്ര ബുദ്ധിമുട്ടായിരിക്കും എന്നറിയോ. അവർ പാഡ് ഉപയോഗിക്കാത്ത പാരൻസ് കുട്ടികളുണ്ട്. പുറകെ നടന്ന് പാരൻസ് തുടച്ചു കൊടുത്തുകൊണ്ട് നടക്കുന്ന എത്ര ഭീകരമായിട്ടുള്ള അവസ്ഥകളിൽ കൂടെ പോണ കുടുംബങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടേ. കാരണം പാഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ വലിച്ചെറിഞ്ഞ് കളയും. അപ്പോൾ ഈ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു, ഇപ്പോൾ പീരിയഡ് പാൻറ്റി എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ടുണ്ട്. അത് കുറേ ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ അസിസ്റ്റീവ് ഡിവൈസസ് എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇത്തരം സാധനങ്ങൾ കൂടി ഈ മെൻസ്ട്രുവൽ പ്രോഡക്ട്സ് ഒക്കെ ആക്സസിബിൾ ആയിട്ടുള്ള മെൻസ്ട്രുവൽ പ്രോഡക്ട്സ് നമ്മുടെ നാട്ടിലുണ്ടോ എന്നുള്ളത് ചിന്തിക്കണം. ഈ ഇടയ്ക്ക് ഞാൻ കണ്ടിരുന്നു ഒരു നമ്മുടെ മെൻസ്ട്രുവൽ കപ്പിൽ താഴെ ഒരു റിങ് പോലെ ഉള്ള ഒരു പ്രോഡക്റ്റ് കണ്ടിരുന്നു. നോക്കൂ, ഒരു കൈക്കൊക്കെ പ്രശ്നമുള്ള ഒരു സ്ത്രീയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ നേരെ ഇരിക്കുന്ന ഒരു കപ്പിൻ്റെ ടിപ്പ് വലിക്കുന്നതിനേക്കാളും സൗകര്യമായിരിക്കും ഈ ഒരു റിങ് അവർക്ക് എടുക്കാനൊക്കെ. അപ്പോൾ അതുപോലെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ കൊണ്ട് ചിലപ്പോൾ നമുക്ക് ലൈഫൊക്കെ ഒരുപാട് മാറ്റം വരുത്താനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. അപ്പം ഈ ആക്സസിബിൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് കൊടുക്കുക. അതുപോലെ ഇപ്പോൾ അസിസ്റ്റീവ് ടെക്നോളജി വളരെ ഇമ്പോർട്ടൻ്റാണ്. ഒരുപാട് റിസർച്ചസ് നടക്കുന്നുണ്ട് ആ ഫീൽഡിൽ. അസിസ്റ്റീവ് ഡിവൈസസ് കുട്ടികളുടെ ട്രെയിനിങ്ങിനും ഡെവലപ്മെൻറ്റിനും ഒക്കെ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളാണ്. എസ്പെഷ്യലി ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ ട്രെയിനിങ്സിലൊക്കെ ഇതുപോലെ ടെക് അസിസ്റ്റഡ് ആയിട്ടുള്ള ഒത്തിരി കണ്ടൻസ് ഒക്കെ ഇപ്പോൾ പല കമ്പനീസും ഡെവലപ്പ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വളരെ ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നതും. ഇപ്പോൾ എനിക്ക് തന്നെ പരിചയമുള്ള ചില കമ്പനികളൊക്കെ അവർ ഈ ഒരു ഫീൽഡിനെ കുറിച്ചിട്ടൊക്കെ ഡിസ്കഷൻസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അത് വളരെ പ്രോമിസിങ്ങാണ്. ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് വിഷ്വലായിട്ടുള്ള ഇത് വെച്ചിട്ട് കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുക, ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ട്രെയിനിങ്സ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, പലപ്പോഴും പേടിപ്പിച്ചൊന്നും പഠിപ്പിക്കുക, അയ്യോ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്. അപ്പോൾ ഈ അരുതരുതെന്ന് പറയുമ്പോൾ കുട്ടികൾ പലപ്പോഴും സ്കെയർഡ് ആവുകയും സാധാരണ രീതിയിൽ ഈ കുട്ടികൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്ന കുട്ടികളല്ലല്ലോ. അപ്പം ഡോണ്ട് ഡു അങ്ങനെയുള്ള വാക്കുകളൊന്നും കഴിയുന്നത് ഉപയോഗിക്കാതിരിക്കുക, കൃത്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. പിന്നെ പാരൻസും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, കുട്ടികൾ എന്തെങ്കിലും ഇത്തരത്തിലുള്ള അതിപ്പം കമ്മ്യൂണിക്കേഷനുള്ള കുട്ടികളായിക്കോട്ടെ, ഈ പറയുന്ന സോ കോൾഡ് നോർമൽ എന്ന് നിങ്ങൾ വിചാരിക്കണ കുട്ടികളായിക്കോട്ടെ, ഇവർ വന്നിട്ട് ഈ സെക്ഷുവാലിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും ആകെ പാനിക്കായി, ആകെ വിഷമിച്ച്, അല്ലെങ്കിൽ എന്തിനാടാ ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചത് എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് ആ ഒരു കാലഘട്ടമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സ്റ്റിൽ ചില പാരൻസൊക്കെ ചിലപ്പോൾ അത്തരത്തിൽ പാനിക്കാവുകയൊക്കെ ചെയ്യുന്നുണ്ടാവും. അതിനെ നമ്മൾ തീർച്ചയായിട്ടും മാറ്റേണ്ടതുണ്ട്. നമ്മളതിനെക്കുറിച്ച് ശാസ്ത്രീയമായിട്ട് പഠിക്കുക, പ്രൊഫഷണലായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനായിട്ട് പ്രാപ്തരാവുക, നമ്മൾ എക്യുപ്ഡ് ആവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. കുട്ടികളെ മനസ്സിലാക്കുക. പിന്നെ എല്ലാവർക്കും ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് അബ്യൂസുകളൊക്കെ, ഇപ്പം കണക്കുകളൊക്കെ പറയുന്നത് ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി ഉള്ള കുട്ടികളൊക്കെ ഒരുപാട് സെക്ഷൽ അബ്യൂസിനൊക്കെ വിധേയരാവുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയുള്ള റിസ്ക് എന്താണെന്ന് വെച്ചാൽ, ഒരു ലീഗലി പോലും നിൽക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണെന്നറിയോ, കുട്ടിക്ക് പോയിൻ്റ് ഔട്ട് ചെയ്യാൻ പറ്റില്ല, എന്താ സംഭവിച്ചതെന്ന് കുട്ടിക്ക് അറിയില്ല. അപ്പം
നമ്മൾ കൃത്യമായി സെക്സ് ഓർഗൻസിനെ കുറിച്ചിട്ടും ഒക്കെ പ്രായപൂർത്തിയായ കുഞ്ഞുങ്ങളെ കൃത്യമായിട്ട് അവരുടെ ശരീരത്തെക്കുറിച്ചുള്ള അവബോധം അവർക്ക് കൊടുക്കുക. ഇന്നടത്ത് ടച്ച് ചെയ്തു എന്ന് ടച്ച് ചെയ്യാൻ സമ്മതിക്കരുത്, അല്ലെങ്കിൽ ഇന്ന അടുത്ത് നിങ്ങൾ നിങ്ങളുടെ ബൗണ്ടറീസ് കീപ്പ് ചെയ്യണം എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുക. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബോഡി വരച്ചിട്ട് അതിനകത്ത് റെഡ്, യെല്ലോ, ഗ്രീൻ എന്ന് പറഞ്ഞ് മാർക്കൊക്കെ ചെയ്ത് എവിടെയൊക്കെ തൊടാൻ പാടില്ല, അത് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോട് പറയണം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം എന്നുള്ളതൊക്കെ കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കേണ്ടതുണ്ട്. അവിടെയും നമ്മൾ ട്രെയിൻ ചെയ്യേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ, പ്രഡിക്റ്റബിലിറ്റി. ഇപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുമ്പോൾ ചിലപ്പോൾ ഈ കുട്ടിയുടെ ഈ പറയുന്ന റെഡ് മാർക്ക് ചെയ്ത ഭാഗമായിരിക്കും ആ കുട്ടിക്ക് നോക്കേണ്ടത്. അപ്പോൾ കുട്ടി പാനിക്കാവും ചിലപ്പോൾ. ഇത് നമ്മൾ ട്രെയിൻ ചെയ്യുമ്പോൾ അവിടെയും അത് ഏത് കുട്ടിയാണെങ്കിലും നമ്മൾ പറഞ്ഞു കൊടുക്കണം. പാരൻറ്റിൻ്റെ അടുത്ത് വെച്ചിട്ട് ഒരു ഡോക്ടർ ഇത് ചെക്ക് ചെയ്തു എന്ന് വെച്ചാൽ, ഇപ്പോൾ അവരുടെ ഈ പറയുന്ന റീപ്രൊഡക്റ്റീവ് ഓർഗൻസ് ഒക്കെ നോക്കി, അല്ലെങ്കിൽ എക്സ്റ്റേണൽ സെക്സ് ഓർഗൻസ് ഒക്കെ ഒരു ഡോക്ടർ നോക്കി എന്ന് വെച്ചാൽ അത് പ്രശ്നമല്ല. അതുപോലെ ഇപ്പോൾ അമ്മ അച്ഛൻ കുഞ്ഞുങ്ങളെ കഴുകി ഇപ്പോൾ വാഷ് ചെയ്യിക്കുകയൊക്കെ ചെയ്യുമല്ലോ, ക്ലീൻ ചെയ്യിക്കും, അതും ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമാണ്, അത് സേഫ് ആയിട്ടുള്ള ടച്ചാണ് എന്നുള്ളത് കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കണം. അപ്പം ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട രീതിയിലല്ല കുട്ടികളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. അവരുടെ വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള തിങ്കിങ് ആണ്. അബ്സ്ട്രാക്ട് ലെവലിൽ ഈ ചിലരുണ്ട് ഭയങ്കര മെറ്റഫേഴ്സൊക്കെ ഉപയോഗിച്ചിട്ട് പറയും ഇല്ലേ, ഉപമകളൊക്കെ കുഞ്ഞുങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ ഉപമകളൊന്നും ഉപയോഗിക്കാതെ സ്ട്രെയിറ്റ് ആയിട്ട് കൃത്യമായി കാര്യം പറയുക എന്നുള്ളതാണ്, അതാണ് വേണ്ടത്. നമ്മൾ ന്യൂറോ ഡൈവർജൻറ്റ് കുട്ടികളെ കുറിച്ച് പറയുന്നു. ഇപ്പോൾ ഒരുപാട് അഡൽട്ട് സ്റ്റേജിൽ അത് ഡയഗ്നോസ് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കാറുണ്ട്. എനിക്ക് എപ്പോഴും ഭയങ്കര അഡ്രസ്സ് ചെയ്യണം എന്ന് തോന്നുന്നൊരു കാര്യം, ഇങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന പേരൻസ് ഗോ ത്രൂ ചെയ്യുന്നൊരു ഡേ ടു ഡേ സ്ട്രഗിൾ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും അവരവരുടെ മെൻ്റൽ ഹെൽത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടി, മാനേജ് ചെയ്യാൻ വേണ്ടി അവർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇതിൽ അവർ ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മൾ സമൂഹത്തിലുള്ള വ്യക്തികൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് സമൂഹത്തിൻ്റെ ഭാഗമാണ് പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള മനുഷ്യർ. ഈ ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള കുട്ടികളെ മാനേജ് ചെയ്യുന്ന പാരൻസ്, അല്ലെങ്കിൽ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള ഫാമിലികൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പലതരത്തിലുള്ള സോഷ്യൽ ഇഷ്യൂസും ഒക്കെ കടന്നു പോകുന്ന കുടുംബങ്ങളുണ്ട്. ഇവരെ യഥാർത്ഥ പ്രശ്നത്തെ മനസ്സിലാക്കിയിട്ട് കൂടെ നിൽക്കേണ്ട ഒരു ഉത്തരവാദിത്വം സമൂഹത്തിനുണ്ട്. ഇപ്പോൾ ചിലയിടത്തൊന്നും നമുക്ക് പറ്റില്ല. അപ്പോൾ നമ്മൾ പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്ത് നോക്കിയിട്ട് വേണം മറ്റുള്ളവർ. അത് തീർച്ചയായിട്ടും ശരി തന്നെയാണ്. ഒരു പ്ലെയിനിൽ കയറി കഴിഞ്ഞാൽ താഴേക്ക് ഇപ്പോൾ ഒരു അപകടം വരുന്ന സമയത്ത് മാസ്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളുടെ കൂടെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടെങ്കിലും നിങ്ങൾ വെച്ചിട്ടേ കുഞ്ഞിന് വയ്ക്കാവുള്ളൂ എന്നാണ് നമ്മൾ പറയുക. നമ്മുടെ മെൻ്റൽ ഹെൽത്ത് നമ്മൾ ഫസ്റ്റ് ടൈം നമ്മൾ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യുക എന്നുള്ളത് ആവശ്യമാണ്. അതുപോലെ തന്നെ പുറമേ നിന്നുള്ള മനുഷ്യർ, ഒരു പാരൻറ്റിനെ ആണെങ്കിലും ഒരു അമ്മ, പ്രത്യേകിച്ച് അമ്മമാർ 24/7 നമ്മുടെ സമൂഹത്തിൽ അമ്മമാരാണ് കെയർ ചെയ്യണേ. അവർ കൺസിഡറേറ്റ് ആയിട്ട് കരുതുക എന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. പിന്നെ ഇത്തരത്തിൽ വലിയ ലോങ് ടേം ക്രോണിക് സ്ട്രെസ്സിൽ കൂടെയൊക്കെ കടന്നു പോകുന്ന പാരൻസാണ്. അവരുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും വർത്തമാനത്തിലും ഒക്കെ ചിലപ്പം നമുക്ക് പറ്റാത്ത ഒരുപാട് കാര്യങ്ങൾ കണ്ടെന്ന് വരാം. എന്ന് വെച്ചുകൊണ്ട് അവർ ഭയങ്കര റൂഡാണ്, അതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാത്തതെന്ന്. അവരെന്തുകൊണ്ട് റൂഡായി എന്ന് നമ്മൾ ആലോചിക്കണം. ഒരു കാര്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ളവരായാലും ഡിസബിലിറ്റി ഉള്ളവരായാലും നമ്മൾ ഇൻറ്റേർണലൈസ്ഡ് സ്റ്റിഗ്മ എന്ന് പറയും. ഇൻറ്റേർണലൈസ്ഡ് സ്റ്റിഗ്മ എന്ന് പറയുന്ന ഒരു വാക്ക് നമ്മൾ പറയാറുണ്ട്. അതായത് ഒരു ഡിസബിലിറ്റി ഉള്ള ആൾ വിചാരിക്കുകയാണ്, ഓക്കെ ഞാൻ സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ളവർക്ക് ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് ഞാനത് അവരെ ബുദ്ധിമുട്ടിക്കണ്ട. അതായത് സമൂഹം പറയുന്നത് ഇവരൊരു പ്രശ്നമുള്ള ആളുകളാണ്, ഇവർ വന്നു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണെന്ന് സമൂഹം പറയുന്നത് ഇവർ ഇൻറ്റേർണലി എടുത്തിട്ട് അവർ തന്നെ അങ്ങ് തീരുമാനിക്കുകയാണ്, ഓക്കെ ഞാനിതൊന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ഞാൻ ഈ സമൂഹത്തിലേക്ക് മെയിൻ സ്ട്രീമിലേക്ക് ഇറങ്ങാൻ പാടില്ല എന്നൊക്കെയുള്ള ചില ഇൻറ്റേർണലൈസ്ഡ് സ്റ്റിഗ്മ നമ്മുടെ നാട്ടിലുണ്ട്. അതിനെ മാറ്റുക. കാരണം അത് എല്ലാ മനുഷ്യരുടെ റൈറ്റാണ് സമൂഹത്തിൽ ഇറങ്ങുക എന്നുള്ളത്. അത് ഇറങ്ങാൻ പറ്റാത്ത ആളുകൾക്ക് അതിനുള്ള അക്കോമഡേഷൻസ് ചെയ്തു കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിയും നമ്മുടെ ഗവൺമെൻറ്റുമാണ്. അത് തീർച്ചയായിട്ടും ചെയ്യണം. പിന്നെ പാരൻസ് അവരുടെ മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യത്തിൽ തീർച്ചയായിട്ടും വേണ്ട എഫേർട്ട് എടുക്കേണ്ടതുണ്ട്. അവർ പലപ്പോഴും ഉള്ള പാരൻസിൻ്റെ ഒരു കുഴപ്പം വെച്ചാൽ ഭയങ്കര ഗിൽറ്റ് ഫീലിംഗ് ഒക്കെ ആയിരിക്കും. കൊച്ചുങ്ങളെ ശ്രദ്ധിക്കാതെ ഈവൻ ഇപ്പം അശ്വതി തന്നെ ആലോചിച്ച് നോക്കാം, നമ്മുടെ തന്നെ ചുറ്റുമുള്ള എത്ര ആളുകൾ, പ്രത്യേകിച്ച് അമ്മമാർ ഒറ്റയ്ക്ക് പോയി ഒരു ഐസ്ക്രീം കഴിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാൻ നേരത്ത് ആദ്യം ചിന്തിക്കുന്ന ഒരെണ്ണം കൊച്ചിനും കൂടെ വാങ്ങിക്കാം, അല്ലെങ്കിൽ ഒരു ഐസ്ക്രീം കൊച്ചിനും കൂടെ വാങ്ങിക്കാം, ഇങ്ങനെ ചിന്തിക്കുക. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അങ്ങനെ നമ്മുടെ സമൂഹം പാകപ്പെട്ടു പോയി. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാം. പുറമേ പോയി ഒരു ദിവസം എൻജോയ് ചെയ്തു എന്ന് വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഗിൽറ്റ് ഫീലിങ്ങിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനല്ല.
അത് നമ്മുടെ മെൻ്റൽ ഹെൽത്തിന് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് ന്യൂറോ ഡൈവേഴ്സിറ്റി ഉള്ളവരുടെ പാരൻസിന് അവർക്ക് അറ്റ്ലീസ്റ്റ് ഒരു ദിവസമെങ്കിലും അവരെ ഒന്ന് ഫ്രീ ആവാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അതൊരു വലിയ റിലാക്സേഷനാണ്. പലപ്പോഴും അമ്മമാർ എന്തുകൊണ്ടാണെന്നറിയോ തെറാപ്പി സെൻറ്ററിലേക്ക് ഓടണേ? എനിക്ക് പേഴ്സണലി അനുഭവം ഉള്ളതാണ്. അവർ പറയുന്നത് എന്താ, 45 മിനിറ്റ് അപ്പുറത്ത് ക്ലാസ് എടുക്കുന്ന സമയത്ത് എനിക്കൊന്ന് റിലാക്സ് ചെയ്തിട്ട് ഇവിടെ ഇരിക്കാമല്ലോ, ഈ സമയമാണ് ഞാനൊന്ന് സമാധാനമായിട്ട് എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും ഒരു കാര്യം ചെയ്യണേ. ഈവൻ എൻ്റെ അടുത്ത് വന്ന് സംസാരിക്കാൻ വരുന്ന അമ്മമാരുണ്ട്. വന്നു കഴിഞ്ഞാൽ സംസാരിക്കല്ല, കരയാണ്. വന്നു കഴിഞ്ഞാൽ അത്രയും സമയം ഇരുന്ന് കരഞ്ഞിട്ട് പറയും, ഒന്നുമില്ല മാഡം, ഞാനിവിടെ ഒന്നൊന്ന് കരയാൻ വേണ്ടി വന്നതാ. അങ്ങനെ വരുന്ന അമ്മമാർ. അപ്പം ഈ വെന്റിലേഷൻസ് എല്ലാവർക്കും ആവശ്യമാണ്. അത് ചെയ്യുന്നതിൽ ഒരിക്കലും ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവേണ്ട കാര്യമില്ല. അമ്മമാരത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇത് നിങ്ങൾക്കും കൂടെ അവകാശമുണ്ട്. അമ്മമാർക്ക് അവകാശമുള്ള ഭൂമിയാണ്. ഈ റിസോഴ്സസ് നമുക്ക് എല്ലാവർക്കും അവകാശമുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ന്യൂറോ ഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ അതിനെ ടേക്ക് കെയർ ചെയ്യാനുള്ള ഉത്തരവാദിത്തം അമ്മയുടെ അച്ഛൻ്റെ മാത്രമല്ല, നമ്മുടെ സൊസൈറ്റിയുടെയും സ്റ്റേറ്റിൻ്റെയും കൂടിയാണ്. അപ്പോൾ ആ ഉത്തരവാദിത്തം സ്റ്റേറ്റും സൊസൈറ്റിയും കൃത്യമായിട്ട് നിറവേറ്റുക തന്നെ വേണം. ഇല്ലെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യണം. അപ്പോൾ ഒരിക്കലും ആ ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാവാതെ അവനവൻ്റെ മെൻ്റൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും നോക്കുക എന്നുള്ളത് അവരുടെ ഉത്തരവാദിത്തമാണ്, അത് അവരുടെ റൈറ്റുമാണ്. അതിലൊരു സംശയവും വേണ്ട എന്നുള്ളതാണ്. കേരളം പോലെയുള്ളൊരു സ്ഥലത്ത്, അല്ലെങ്കിൽ നമ്മുടെ ജനറലി ഇപ്പം ഇന്ത്യയിലാണെങ്കിൽ തന്നെ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഭയങ്കര ടാബു ആയിട്ടുള്ളൊരു സ്പേസിൽ ഇങ്ങനത്തെ ഒരു ഓപ്പൺ കോൺവെർസേഷൻ നടത്തി തുടങ്ങുമ്പോൾ അത് ഭയങ്കര ചാലഞ്ചിങ് ആയിരുന്നില്ലേ? തീർച്ചയായിട്ടും. അതിലിപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ ഓവർ എ പീരീഡ് ഓഫ് ടൈം അതിനകത്ത് എന്ത് പോസിറ്റീവ് ചേഞ്ചസാണ് വന്നിട്ടുള്ളതായിട്ട് തോന്നുന്നത്? ഇതിപ്പം ഈ ഒരു വിഷയത്തെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ അടുത്ത കുറച്ച് കാലങ്ങളെ ആയിട്ടുള്ളൂ ഇത് വളരെ വിസിബിളായിട്ട് ഈ വിഷയത്തെക്കുറിച്ച് ഓപ്പണായിട്ട് സംസാരിക്കാനും ഈവൻ ആളുകൾ കുറച്ചുകൂടെ ഒന്ന് അക്സെപ്റ്റ് ചെയ്തൊക്കെ വന്നു തുടങ്ങിയിട്ടുള്ളത്. ഇപ്പം ഇതിനെക്കുറിച്ച് മോശമായിട്ട് ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പം മോശമായിട്ട് പറയുന്നത് ഒരു അറിവുകേടാണ് എന്നുള്ളതൊക്കെ കുറച്ച് പേർക്കെങ്കിലും അങ്ങനെ ഒരു ധാരണയിലേക്കുണ്ട്. അപ്പോൾ അതിന് നമ്മൾ സമൂഹത്തെ കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല. കാരണം സെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും പുളി എന്ന് പറയുമ്പോൾ വായിൽ വെള്ളം വന്നാരെ ആദ്യം ഓർമ്മ വരുന്നത് പോൺ മൂവീസും അങ്ങനെയുള്ള. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ, നമ്മൾ ആളുകളെ മൊത്തത്തിൽ അടച്ചാക്ഷേപിച്ച് കുറ്റം പറയുമ്പോൾ നമ്മൾ നമ്മുടെ മനുഷ്യരെ എങ്ങനെയാണ് ട്രെയിൻ ചെയ്യിച്ചേക്കണേ എന്നുള്ളത് നോക്കണം. എസ്പെഷ്യലി പുരുഷന്മാരെ. സ്ത്രീകളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ഞാനൊക്കെ ചെറുതായിരിക്കുന്ന സമയത്ത് പീരിയഡ്സ് വരുന്നതിനെ കുറിച്ചിട്ട് എൻ്റെ ടീച്ചേഴ്സ് പറഞ്ഞു തരുമായിരുന്നു. അതെന്താ ചെയ്യുന്നത്, ആൺകുട്ടികളെയൊക്കെ പുറത്ത് വിട്ടിട്ട് പെൺകുട്ടികളെയാണ് പറഞ്ഞു തരുന്നത്. അതേസമയം ആൺകുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു ഇൻഫർമേഷനും കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നില്ല ഒരു വീട്ടിലും ഒരു ഫാദറോ അല്ലെങ്കിൽ ചേട്ടന്മാരോ ആരെങ്കിലും വിളിച്ചിരുത്തിയിട്ട് മോനെ ഇങ്ങനെയൊക്കെയാണ് നിൻ്റെ ശരീരത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നത്, നിനക്ക് ഇന്ന തോന്നലുകളൊക്കെ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരത്തിലായിരിക്കും നിനക്ക്, അങ്ങനെ ഏതെങ്കിലും ആൺകുട്ടികളെ പറഞ്ഞു കൊടുക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നീ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നീ ഇങ്ങനെ ആയിരിക്കണം നിൻ്റെ ഭാര്യയോട് ബിഹേവ് ചെയ്യേണ്ടത്. അങ്ങനെ ഒന്നും നമ്മുടെ നാട്ടിൽ ഒരു തരത്തിലുള്ള എഡ്യൂക്കേഷനും ആണുങ്ങൾക്ക് ഒട്ടും കൊടുക്കുന്നില്ല. പെൺകുട്ടികൾ ആ കാര്യത്തിൽ കുറച്ചുകൂടെ ഭാഗ്യമുള്ളവരാണ്. കാരണം ഒരു വീട്ടിലേക്ക് ചെല്ലുമ്പോൾ അടങ്ങി ഒതുങ്ങി ജീവിക്കാനായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം, ഇന്ന രീതിയിലായിരിക്കും ബിഹേവ്. അപ്പോൾ ഇവർക്ക് ഒരു ചെറിയ എക്സ്പെക്റ്റേഷനൊക്കെ ഉണ്ടാവും എങ്ങനെയായിരിക്കും ഈ സെക്ഷുവൽ ലൈഫ് പോകുന്നതെന്നുള്ളത്. മിക്കവാറും വീട്ടിൽ അമ്മായിമാരോ ആൻറ്റിമാ അങ്ങനെയുള്ള അച്ഛൻ്റെ അനിയൻ്റെ ഭാര്യ അല്ലെങ്കിൽ ചേട്ടൻ്റെ ഭാര്യ അങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കും ഈ കല്യാണത്തിൻ്റെ ആ ദിവസങ്ങളിൽ ഇവർക്ക് വേണ്ട ബേസിക് ആയിട്ടുള്ള ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. അതും ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള നോളജ് ഇതൊന്നുമല്ല. പിന്നെ ഇപ്പോൾ ഈ റിലീജിയസ് സ്ഥാപനങ്ങളൊക്കെ അവരുടെ പ്രീ മാരിറ്റൽ കോഴ്സിൻ്റെ ഭാഗമായിട്ടൊക്കെ ട്രെയിനിങ്സ് കൊടുക്കലുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹം ഇതിന് പാകപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. പക്ഷേ ഇപ്പം കുറച്ചുകൂടി ഓപ്പൺ സോഴ്സ് നോളജൊക്കെ കുറേ കൂടി ആയപ്പം ഈ പോൺ സിനിമയ്ക്ക് അപ്പുറത്തേക്ക് ഈ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ എന്നും അല്ല നമ്മൾ പറയണേ, സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അതിൽ നമ്മൾ പഠിക്കുന്നത് വെറുതെ ഈ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് മാത്രമല്ല, അതിനകത്ത് എങ്ങനെയാണ് ഒരു കൺസെൻറ്റ് എന്താണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇൻഫോംഡ് കൺസെൻറ്റ് എന്താണ്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫോംഡ് ആയിരിക്കണം എന്താ സംഭവിക്കാൻ പോകുന്നത് എൻ്റെ റിലേഷൻഷിപ്പിൽ എന്നുള്ളത്. അത് നാച്ചുറലി ഇപ്പോൾ ഒരു എഗ്രിമെൻ്റ് എഴുതാൻ പാടില്ല എന്നൊക്കെ ചോദിക്കും ചിലർ. എഗ്രിമെൻ്റ് എഴുതില്ല, അങ്ങനെയല്ല. അത് നാച്ചുറലി വർക്ക് ചെയ്യുന്ന മ്യൂച്വൽ റെസ്പെക്റ്റിൽ നിന്ന് ഉണ്ടായി വരുന്ന ഒരു കാര്യമാണ്. ആ ഇൻഫോംഡ് കൺസെൻറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത്, ഇതൊക്കെ പഠിക്കുക എന്നുള്ളത് ഒരു ഭാഗമാണ്. അതുപോലെ ഡിസിഷൻ മേക്കിംഗ്, എൻ്റെ ലൈഫിൽ എന്ത് വേണം എന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ളൊരു സ്കില്ല് നമ്മൾ പഠിപ്പിക്കുക. പക്ഷെ നമ്മുടെ സിസ്റ്റം നോക്ക്, പണ്ട് മുതലേ പഠിക്കണതും എല്ലാം പാരൻസിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന ആളുകളുടെ തീരുമാനം അനുസരിച്ചാണ്. ഏത് കോഴ്സ് പഠിക്കണമെന്ന് വരെ പലപ്പോഴും പാരൻസാണ് തീരുമാനിക്കുക. കല്യാണത്തിൻ്റെ കാര്യത്തിൽ കോഴ്സ് പഠിക്കണതിൽ ചിലപ്പോൾ കുറച്ചൊക്കെ ഓപ്ഷൻസ് നമുക്ക് തരുമായിരിക്കും. പക്ഷെ കല്യാണത്തിൻ്റെ കാര്യം വരുമ്പോഴോ
അത് അച്ഛനും അമ്മയും പറയണേ, അല്ലെങ്കിൽ കുടുംബക്കാർ പറയണേ, കുടുംബത്തിനൊത്ത ആളുകൾ. അല്ലാതെ പരസ്പരം അറിഞ്ഞ് മനസ്സിലാക്കി കല്യാണം കഴിക്കുക, ഒരു ലവ് മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ ഭീകരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അതിലൊക്കെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഒരു 10 കൊല്ലം മുമ്പുള്ള റിലേഷൻഷിപ്പുകളല്ല, ഡൈനാമിക്സ് നല്ലോണം മാറിയിട്ടുണ്ട്. അത് വളരെ പോസിറ്റീവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുപോലെ ഇപ്പം ഡിവോഴ്സ് റേറ്റുകളെ കുറിച്ച് ആളുകൾ വലിയ വിഷമിച്ച് പറയണ കേൾക്കാറുണ്ട്. ഡിവോഴ്സ് റേറ്റുകൾ കൂടുന്നത് എന്തുകൊണ്ടാണ്? ആളുകൾക്ക്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുറെ കൂടി അവയർനെസ് ആയി. എൻ്റെ ലൈഫിൽ ഞാൻ ഇങ്ങനെയല്ല ജീവിക്കേണ്ടത്, എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ഐഡിയാസൊക്കെ ഉണ്ട് എന്നൊക്കെ സ്ത്രീകൾ വിചാരിച്ചു തുടങ്ങിയപ്പോഴാണ് ഡിവോഴ്സ് റേറ്റുകളൊക്കെ കൂടി തുടങ്ങുന്നത്. നല്ലതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വഴക്കിട്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണേക്കാളും കുട്ടികൾക്ക്, ഇപ്പോൾ ചിലർ പറയാറുണ്ട്, കൊച്ചുങ്ങളെ ഓർത്തെങ്കിലും നിങ്ങൾക്ക് ഒരുമിച്ച് ജീവിച്ചുകൂടെ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഒരു ഹസ്ബൻഡും വൈഫും വീട്ടിൽ കിടന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെ വഴക്കിടുന്ന, തല്ലുകൂടുന്ന, ബഹളം വയ്ക്കുന്ന, അബ്യൂസീവായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരു സെറ്റിങ്ങിൽ വളരുന്ന ഒരു കുട്ടിയാണോ, ഒരു സിംഗിൾ പാരൻറ്റിൻ്റെ കൂടെ കംഫർട്ടബിളായിട്ട് വളരുന്ന ഒരു കുട്ടിയാണോ ബെറ്റർ എന്നുള്ളത് ആലോചിച്ചാൽ മതി. പക്ഷേ മെൻഡ് ചെയ്യാൻ പറ്റുന്ന കേസുകളാണെങ്കിൽ തീർച്ചയായിട്ടും ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സൗഹൃദങ്ങൾ പോലെ അത് സൗഹൃദങ്ങൾ ഡെവലപ്പ് ചെയ്യണം. അല്ലാതെ ഒരാളവിടെ അധികാരിയും മറ്റേ ആൾ എന്താ പറയുക അടിമയായി ജീവിച്ച് പോണ ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇപ്പോഴത്തെ കാലത്ത് ഒരു മനുഷ്യരും അത് എഗ്രി ചെയ്യില്ല. എന്നാൽ അവരവരുടെ റൈറ്റ്സിനെ കുറിച്ച്, അവരവരുടെ ഇതിനെക്കുറിച്ചൊക്കെ എല്ലാവർക്കും ഇപ്പോൾ നല്ല ബോധ്യമുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ച് നല്ല ബോധ്യമുണ്ട്. അവർക്ക് എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്, എന്തൊക്കെയാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളത് അവർ തിരിച്ചറിയുന്നുണ്ട്. അപ്പം എല്ലാ മനുഷ്യർക്കും ഒരേപോലെ ഉള്ളതാണ് ഈ ഭൂമിയിലെ റിസോഴ്സസ് എല്ലാം. അത് അനുഭവിക്കാൻ എല്ലാവർക്കും ഇതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും മനുഷ്യർ വഴക്കുണ്ടാക്കുകയും ഇതൊക്കെ ചെയ്യും. അപ്പോൾ പറഞ്ഞ പോലെ തീർച്ചയായിട്ടും മാറ്റങ്ങളുണ്ട്, മാറ്റങ്ങളില്ലെന്നല്ല. നമ്മൾ ഇപ്പോൾ ചിലർ പറയും നമ്മുടെ ലോകം ഭയങ്കരമായിട്ട് മോശമായി. ഒരിക്കലും അല്ല, കുറെ കൂടി ബെറ്ററായി. ഇപ്പം ഈ ഫാക്ട്ഫുൾനെസ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കുണ്ട്. ആ ബുക്കിൽ വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ ലോകത്തിൻ്റെ കണക്ക് അതിൻ്റെ ഫസ്റ്റ് പേജിൽ തന്നെ ഗ്ലോബലായിട്ടുള്ള ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് പറയുന്നുണ്ട്. പണ്ടുണ്ടായിരുന്നത് എത്രയോ കോടി ആളുകളാണ് പട്ടിണിയിലും ബുദ്ധിമുട്ടുകളിലും കഴിഞ്ഞിരുന്നത്. അതിൻ്റെ അളവുകളൊക്കെ കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ യുദ്ധങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അപ്പോഴും അതിനെതിരെ പ്രതികരിക്കാൻ ആളുകളുടെ എണ്ണം കൂടി വരുന്നുണ്ട്. രാഷ്ട്രങ്ങൾ അതിനെതിരെ മുന്നോട്ട് ഇറങ്ങി വരുന്നുണ്ട്. ഇതല്ല വേണ്ടത്, മനുഷ്യർ അങ്ങോട്ടും ഇങ്ങോട്ടും സാഹോദര്യമാണ് വേണ്ടത്, നമ്മളൊരു ഗ്ലോബൽ വില്ലേജാണ്, എല്ലാ ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കുകയാണ് വേണ്ടത് എന്നുള്ളൊരു ഒരു ഗ്ലോബലായിട്ടുള്ള, ഇപ്പോൾ ഇന്ത്യയുടെ തന്നെ നമ്മൾ പറയുമല്ലോ ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയുകയും ചെയ്യും. അതേപോലെ തന്നെ അപ്പുറത്തെ ഇതെല്ലാം നമ്മുടെ ശത്രുക്കളാണെന്ന് പറയുകയും ചെയ്യുന്ന ഒരു കോൺസെപ്റ്റിൽ നിന്നൊക്കെ ഒത്തിരി മാറി വരുന്നുണ്ട്. അങ്ങനെ വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു ജനത വരുന്നുണ്ടെന്നുള്ളത് ഈവൻ സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെയും ഒരു ഔട്ട്കം ആണെന്ന് ഞാൻ പറയാം. അത് കുടുംബത്തിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. മനുഷ്യരുടെ ഡൈവേഴ്സിറ്റീനെ റെസ്പെക്റ്റ് ചെയ്യുക, അവരുടെ വ്യത്യസ്തതകളെ അംഗീകരിക്കുക. പിന്നെ അങ്ങനെ അംഗീകരിച്ചാൽ തന്നെ എത്രയോ ഈ ലോകം എത്ര ഭംഗിയാവുന്നെന്ന് ആലോചിച്ച് നോക്കൂ. ഇപ്പം അശ്വതിയാണ്, അശ്വതിക്ക് അശ്വതിയുടേതായിട്ടുള്ള ബിഹേവിയേഴ്സ് ഉണ്ട്, എനിക്ക് എൻ്റേതായിട്ടുള്ളുണ്ട്. ഓക്കെ, എനിക്ക് ചില കാര്യങ്ങൾ എനിക്ക് എഗ്രി ചെയ്യാൻ പറ്റില്ല, എൻ്റെ കാര്യങ്ങൾ നിങ്ങളും എഗ്രി ചെയ്യേണ്ട. ബട്ട് ഒരു കോൺവെർസേഷൻ, ഒരു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര ഇതെന്നല്ല. റെസ്പെക്റ്റ് എന്ന് പറയുന്ന സ്നേഹത്തിൻ്റെ ഒരു ബേസിക് ഫോമാണെന്നാണ് പറയുക. റെസ്പെക്റ്റ് ഇല്ലാത്തടത്ത് സ്നേഹത്തിന് നിലനിൽക്കാൻ പറ്റില്ല. പ്രൈമറി എന്താണെന്ന് ചോദിച്ചാൽ റെസ്പെക്റ്റ് തന്നെയാണ്, അതിനപ്പുറത്താണ് സ്നേഹമൊക്കെ. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ പുരുഷന്മാരുടെ ഒരു ധാരണ എന്ന് പറയുന്നത് സ്നേഹം മുഴുവനും ഇങ്ങനെ കെയർ ചെയ്യലാണ്, കൊണ്ട് നടക്കുക, അതിലെ കെയറേട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് പിള്ളേർ കളിയാക്കുന്നത്. അതിപ്പം പഴയ ആൾ ഇത് ഈ എന്താ മറ്റേ വാട്സപ്പ് അമ്മമാരെന്നോ അല്ലെങ്കിൽ എന്താ പറയുക തന്ത വൈബ് എന്നൊക്കെ, തള്ള വൈബ് തന്ത വൈബ് എന്നൊക്കെ പറയണേ. അതൊക്കെ എന്തുകൊണ്ടാണ് ന്യൂ ജനറേഷനിലെ പിള്ളേർ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതല്ല വേണ്ടത് ആളുകൾക്ക്. അത് കൊച്ചു കുട്ടികളാണെങ്കിലും നമ്മൾ അവരുടെ ഡിസിഷൻസിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അവിടെയാണ്. ഒരു കൊച്ചു കുട്ടിയാണെങ്കിൽ ഇപ്പം എൻ്റെ മോന് ഇപ്പോൾ 12 വയസ്സുണ്ട്. അവന് 9 മാസമൊക്കെ പ്രായമുള്ള സമയത്ത് ഒരു കടയിൽ പോയി ഒരിക്കൽ ഒരു ബോൾ എടുക്കണം. അവന് ബോൾ കണ്ടപ്പോൾ ഇങ്ങനെ കൈകൊണ്ട് ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഒരെണ്ണം എടുത്തു കൊടുക്കണതിന് പകരം ഞാൻ ചെയ്തത് നിനക്ക് ഇതിൽ ഏത് കളറാണ് വേണ്ടത്, അപ്പോൾ അവൻ അതിൽ നിന്ന് ഒരെണ്ണം ചൂസ് ചെയ്യും. മേ ബി അവൻ അറിഞ്ഞായിരിക്കില്ല, പക്ഷെ സ്റ്റിൽ അവന് ആ ചോയ്സ് ഉണ്ട് എന്നുള്ള ഒരു സാധനം നമ്മൾ അവനെ മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റാണ്. കുട്ടികളെ ട്രെയിൻ ചെയ്യിക്കുമ്പോൾ അവിടെ മുതലേ നമ്മൾ അവരെ റെസ്പെക്റ്റ് ചെയ്യാൻ തന്നെ വേണം, അവരുടെ ഡിസിഷൻസിനെ റെസ്പെക്റ്റ് ചെയ്യണം. ഇതങ്ങനെയല്ലല്ലോ, നീ ഇന്നാ ഷർട്ട് ഇടണ്ട. ഇപ്പം നമ്മുടെ പിള്ളേരോടൊന്നും പറയാൻ പറ്റില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ മൈ ബോഡി മൈ റൂൾസ്, ഇതാണ് അവരുടെ. അങ്ങനെയും കുറേ കുട്ടികൾ സെൽഫ് റിലയൻ്റ് ആയിട്ട് വളർന്നു വരുന്നുണ്ടെന്നുള്ളത് നല്ല കാര്യമാണ്. അതൊക്കെ ഇതിൻ്റെ ഒരു മാറ്റം തന്നെയാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുള്ളത്, നമ്മൾ പലപ്പോഴും ഇപ്പം വളരെ കൺവെൻഷനലായിട്ട് ചിന്തിക്കുന്ന പാരൻസ് ഒക്കെ ഇപ്പോൾ ഇരുന്ന് ആലോചിക്കുന്നുണ്ടാവും, നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയാം പക്ഷെ പിള്ളേർ വഴിതെറ്റി പോകുന്നുണ്ട് അങ്ങനെ വിചാരിക്കും.
ശരിയാണ്, അവരുടെ കൺസേൺ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടത് തന്നെയാണ്. ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ പറയും ഒരാളുടെ ലൈഫിൽ കൺവെൻഷണൽ ഗോൾസ് ഉണ്ടാവും. കൺവെൻഷണൽ ഗോൾസ് ഉള്ള കുറേ ആളുകളുണ്ട്. അതായത് പഠിക്കുക, അല്ലെങ്കിൽ പഠിക്കുക, കല്യാണം കഴിക്കുക, ജോലി വാങ്ങിക്കുക, കല്യാണം കഴിക്കുക, കുട്ടികളുണ്ടാവുക, ലോൺ എടുക്കുക, വീട് വെക്കുക, അങ്ങനെ ടിപ്പിക്കലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ട് വന്ന കൺവെൻഷണൽ ഗോൾസിൽ താല്പര്യമുള്ള ആളുകളുണ്ടാവും. തീർച്ചയായിട്ടും അവർക്കത് ചൂസ് ചെയ്യാം, ഒരു പ്രശ്നമില്ല. പക്ഷേ ഈ കൺവെൻഷണൽ ഗോൾസിൽ താല്പര്യമില്ലാത്ത കുറേ ആളുകളുണ്ടാവും. അവർ ഇവിടെ ഉള്ള ഒരു അപകടം എന്താണെന്ന് വെച്ചാൽ, ഈ കൺവെൻഷണൽ ഗോൾസിൽ താല്പര്യമില്ലാത്ത ആളുകൾ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കണം അവരുടെ ഓൾട്ടർനേറ്റീവ് എന്താണെന്ന്. പക്ഷേ പലപ്പോഴും ഉള്ള കുഴപ്പം, ഇപ്പോൾ ഈ ഡ്രഗ് അബ്യൂസ് പ്രിവെൻഷനൊക്കെ നമ്മൾ ക്ലാസ്സുകൾ എടുക്കാൻ പോകുമ്പോഴൊക്കെ പറയാറുള്ള ഒരു കാര്യമുണ്ട്. ഈ കൺവെൻഷണൽ ഗോൾസിൽ താല്പര്യമില്ലാത്ത ആളുകൾ പലപ്പോഴും ഡ്രഗ് അബ്യൂസിലേക്കൊക്കെ പോകാറുണ്ട്. എന്തുകൊണ്ടാണ് പോണേന്ന് വെച്ചാൽ, കൺവെൻഷണൽ ഗോൾസ് പോകുന്നവർ ചെയ്യുന്നില്ല എന്നല്ല പറയണേ, ഇവരുടെ റിസ്ക് കൂടുതൽ എന്താ വെച്ചാൽ ഇവർ കുറെ കൂടി ഇൻഡിപെൻഡൻ്റാണ്. ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത് അതിൻ്റെ കൂടെ റെസ്പോൺസിബിലിറ്റിയും കൂടെ ഉണ്ട്. അപ്പോൾ എൻ്റെ ലൈഫ് എന്തായിരിക്കണം എന്ന് ചൂസ് ചെയ്തിട്ട് വേണം അവർ കൺവെൻഷണൽ ഗോൾസ് വേണ്ടാന്ന് പറയാൻ. അല്ലെങ്കിൽ ഈസി ഈ പറയുന്ന വഴിക്ക് പോവുക, വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല, സമൂഹം ഉണ്ടാവും, സപ്പോർട്ടിന് ഫാമിലി ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു വഴിയാണ്. നിങ്ങൾ അമ്മയും അച്ഛനും പറയണ പോലെ ജീവിക്കുക, അവർ പറയണ ആളെ കല്യാണം കഴിക്കുക, കഷ്ടപ്പാടാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും സഹിച്ച് ജീവിക്കുക, ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ ഭയങ്കര കഷ്ടപ്പാടാണെന്നുണ്ടെങ്കിൽ പാരൻസ് ഉണ്ടാവും സപ്പോർട്ടിന്, അല്ലെങ്കിൽ അതിൽ നിന്ന് ഒരു നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് കൺവെൻഷണൽ ഗോൾസിൽ പോണ ആളുകൾ അതിൽ നിന്ന് ഡിവോഴ്സൊക്കെ ചെയ്ത് വരിക. പക്ഷേ മറ്റേത് ചൂസ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ആൾക്കൊരു റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം, അത് പാരൻസും മനസ്സിലാക്കണം. കുട്ടികളോട് പറയുകയും ചെയ്യണം, അത് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ്. തീർച്ചയായിട്ടും അതെ, ആ റെസ്പോൺസിബിലിറ്റി എടുക്കാൻ ഇവരെ ട്രെയിൻ ചെയ്യിക്കുക എന്നുള്ളതാണ്. അവർക്ക് പോകാൻ ഇഷ്ടമുള്ളത് അതാണെന്നുണ്ടെങ്കിൽ അത് വളരെ കൺസിഡറേറ്റ് ആയിട്ട് അത് അവരെ ട്രെയിൻ ചെയ്യിക്കുക. ഓക്കെ, ഇതൊക്കെയാണ് ഇതിനകത്തുള്ള അപകടങ്ങൾ. നമുക്ക് മുന്നിലൊരു കുഴി ഉണ്ടെന്ന് പറഞ്ഞു തന്നാലാണല്ലോ ആ കുഴിയിൽ വീഴാതെ പോകാൻ പറ്റുക. പക്ഷെ പലപ്പോഴും ഉള്ള കുഴപ്പം എന്താ വെച്ചാൽ, എനിക്കിത് വേണ്ടാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇവർ പോകുന്ന വഴി കറക്റ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. അതും വി ഷുഡ് റെസ്പെക്ട് ദെയർ ചോയ്സ്. അവരുടെ ചോയ്സാണ്, അത് റെസ്പെക്ട് ചെയ്യുക. പക്ഷേ ആ റെസ്പോൺസിബിലിറ്റിനെ കുറിച്ച് അവർ അവെയർ ആക്കുക എന്നുള്ളത്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഈ പറഞ്ഞ പോലെ കുറച്ചും കൂടെ ഗ്ലോബൽ പെർസ്പെക്റ്റീവുകൾ കണ്ടു വളരുന്ന കുട്ടികളാണ്. അതെ, ഇപ്പോൾ ബോഡി ഷെയ്മിങ് എന്താന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ഇപ്പം നമ്മൾ പോലും അറിയാതെ നമ്മുടെ വായിന്നൊരു സെന്റൻസ് വീണ് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കുട്ടികൾ പറയുന്ന കുട്ടികളാണ്. റൈറ്റ്സിനെ കുറിച്ച് സംസാരിക്കുന്ന കുട്ടികളാണ്. അങ്ങനെയൊക്കെ ആയിരിക്കുമ്പോഴും കുട്ടികൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ കൂടെ അവർക്ക് കിട്ടുന്ന ചില എക്സ്പോഷർ ഉണ്ടല്ലോ, ഈ എക്സ്പോഷറിൻ്റെ പുറത്ത് തീരെ ചെറിയ പ്രായത്തിൽ അല്ലെങ്കിൽ ഒരു ടീനേജിൻ്റെ ബിഗിനിങ്, പ്രീ ടീൻ ഏജിലൊക്കെയുള്ള പലപ്പോഴും കുട്ടികളെ കാണുമ്പോൾ അവർ ചില മിസ്കൺസെപ്ഷൻ വെച്ച് പുലർത്തുന്നതായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ചില തെറ്റിദ്ധാരണകൾ ഇങ്ങനെ കുരുങ്ങി കിടക്കുന്ന പോലെ, അത് ജെൻഡറിനെ സംബന്ധിച്ചാവാം, ഇപ്പോൾ ഒരു ക്യൂർ കമ്മ്യൂണിറ്റീനെ അഡ്രസ്സ് ചെയ്യുന്നതിലാവാം, സ്ത്രീകളെ നോക്കിക്കാണുന്ന രീതിയിലാവാം. അത്തരത്തിലുള്ള അത് കുട്ടികളുടെ വായിൽ നിന്നൊക്കെ അത്തരത്തിലുള്ള പെർസ്പെക്റ്റീവ്സ് കേൾക്കുമ്പം ദാറ്റ് ഈസ് ആക്ച്വലി ഷോക്കിംഗ്. അപ്പോൾ അവിടെ ഈ പറഞ്ഞ പോലെ ഒരു ഇൻക്ലൂസീവ് ആവേണ്ടതിൻ്റെ ആവശ്യകത അത് എത്ര ചെറുതിലേ പഠിപ്പിച്ചു തുടങ്ങാമെന്നുള്ളത് ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് തോന്നുന്നു. ഇത് നമ്മളിപ്പം ചെറുപ്പം മുതലേ നമ്മൾ കേട്ട് വളർന്നിട്ടുള്ളതാണല്ലേ, ആണ് പെണ്ണ്. അതിനപ്പുറത്തേക്ക് ഒരു ജെൻഡർ ഉണ്ടെന്ന് പോലും അംഗീകരിക്കാനൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ഇപ്പം ലീഗലി നമുക്ക് മറ്റ് ജെൻഡറുകളും എല്ലാം ഉണ്ട്, ഒരുപാട് ജെൻഡറുകളുണ്ട് എന്നുള്ളതൊക്കെ നിയമപരമായിട്ട് എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് 18 വയസ്സ് കഴിഞ്ഞ ആൾക്ക് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കാതെ നിയമത്തിന് അനുസരിച്ചുകൊണ്ട് ജീവിക്കാൻ ഈ നാട്ടിൽ ഒരു തടസ്സവും ഇല്ല. എങ്ങനെ വേണമെങ്കിലും അവർക്ക് അവരുടെ ഇഷ്ടം പോലെ ജീവിക്കാം. പക്ഷേ മറ്റൊരാൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല, ഭരണഘടനയ്ക്ക് എതിരെ ആവരുത്. ഈ ഒരൊറ്റ കാര്യമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ ചെയ്യണേ എന്താ, ഞാൻ പറയണതാണ് ശരി, ഞാൻ പറയുന്ന രീതിയിൽ വേണം ജീവിക്കാൻ എന്നുള്ള ഇതാണ്. അപ്പം കുട്ടികളെ നോക്കിയാലും കുട്ടികൾക്കും ഈ പാരൻസിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണല്ലോ ഇവരുടെ ഏർലി എഡ്യൂക്കേഷനൊക്കെ പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദം തന്നെയാണ് കുട്ടികളും. അവിടെ നിന്നാണ് കുട്ടികൾ പഠിക്കണേ. അപ്പോൾ ഇവർ ഏത് എൻവയോൺമെൻറ്റിലാണ് ഈ കുട്ടികളുള്ളത്, അതുപോലെ ആ കുട്ടികൾക്ക് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ജെൻഡറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം. മനുഷ്യരെ ബഹുമാനിക്കാൻ പഠിപ്പിച്ചാൽ മതി. അതിപ്പോൾ ന്യൂറോ ഡൈവേഴ്സിറ്റിയുടെ കാര്യം വന്നാലും അതും ഒരു ഡിഫറൻസാണ്. വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരാണ്. ആ വ്യത്യസ്തതകളെ നമ്മൾ മനസ്സിലാക്കുകയും പിന്നെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളെ, ഇപ്പം ഓട്ടിസമുള്ള കുട്ടികളെ, ഒരു ഓട്ടിസമുള്ള കുട്ടി പബ്ലിക് സ്പേസിൽ കാണൽ വളരെ അപൂർവമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ ഒരു ഓട്ടിസമുള്ള കുട്ടീനെ കൊണ്ട് ഇറങ്ങി നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ആളുകൾക്ക് മനസ്സിലാവുന്നില്ല ഈ കുട്ടിയുടെ ബിഹേവിയേഴ്സ് എന്താണെന്നും, ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും. ഈവൻ പാരൻസ് പറഞ്ഞാൽ പോലും ഈ കൊച്ചിനെ കൊണ്ട് എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങിയെന്നാണ് ചോദിക്കുക. അതുപോലെ തന്നെയാണ് ഈ ജെൻഡറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴാണെങ്കിലും ഇങ്ങനെയൊക്കെ എന്തിനാ മനുഷ്യർ ജീവിക്കണം? ഇതൊന്നും അല്ല. ഇപ്പം അത് മതപരമായിട്ടാവാം, അല്ലെങ്കിൽ മറ്റ് ചില കോൺസെപ്റ്റ്സ് വെച്ചിട്ടാവാം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇതൊന്നും
ഇതൊന്നും വെറുതെ ഉണ്ടാക്കുന്നതാണ്, ഭയങ്കര ഹോക്സ്, അങ്ങനെയൊക്കെ പറയുന്ന ഒരുപാട് ഇതുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വ്യത്യസ്തരാണ് മനുഷ്യർ. ആ വ്യത്യസ്തതകളെ നമ്മൾ റെസ്പെക്ട് ചെയ്യുക. നിങ്ങളെ ബാധിക്കാത്തിടത്തോളം അല്ലെങ്കിൽ മറ്റു മനുഷ്യരെ ഉപദ്രവിക്കാത്തിടത്തോളം, ഭരണഘടനയെ അനുസരിച്ച് ജീവിക്കുന്നിടത്തോളം ഒരു മനുഷ്യനെയും അത്തരം കാര്യങ്ങളുടെ ഇതിൽ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ നമുക്ക് ആർക്കും അധികാരമില്ല. അതാരും ഒരു ഭരണഘടനയ്ക്കും അങ്ങനെ ഒരു അധികാരമില്ല. ഇത് കുട്ടികളെ ചെറുപ്പം മുതലേ തന്നെ അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അവർക്ക് ജീവിക്കാൻ, എന്നാൽ അവർക്ക് അവരുടെ റൈറ്റ്സിനെ ഡിനൈ ചെയ്യാൻ പാടില്ല. അതെങ്ങനെയാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണമെന്ന് അറിയാം. അപ്പം ചെറിയ കുട്ടികൾ പാർക്കിലൊക്കെ കളിക്കാൻ പോകുമല്ലോ, ചില കുട്ടികളെ കണ്ടിട്ടുണ്ടോ, അവർ ഓടി വന്നിട്ട് ഈ റൈഡിലൊക്കെ കയറാൻ നേരത്ത് ചില പിള്ളേർ മുന്നിൽ നിൽക്കുന്നവരെയൊക്കെ അങ്ങ് തള്ളിയിട്ടിട്ട് അങ്ങോട്ട് കയറിപ്പോവും. എന്നാൽ ചില കുട്ടികൾ വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ആ ടേൺ എടുത്തിട്ട് പോകും. ഇവിടെ ആ ടേൺ എടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റാണ്. നമ്മൾ നമ്മുടെ കുട്ടികളെ ടേൺ എടുക്കാൻ പഠിപ്പിക്കുമ്പോൾ അതുപോലെ തന്നെ കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കണം, നിൻ്റെ ടേൺ വേറെ ആരും കയറി കയ്യേറാൻ നീ സമ്മതിക്കുകയും ചെയ്യരുത്. അവർ കൃത്യമായി പറയുക, വഴക്കുണ്ടാക്കാനല്ല, പക്ഷേ കൃത്യമായി അസേർട്ടീവായി അവരോട് പറയണം, ഇത് എൻ്റെ ടേണാണ്, ഞാൻ കഴിഞ്ഞിട്ട് നീ കയറിയാൽ മതി. അവിടെ മുതലാണ് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കണേ. മനസ്സിലായോ? കൊച്ചു കുട്ടികളെ നമ്മൾ ഇത്തരം പല കാര്യങ്ങളും ഈ കളികളിലൂടെയാണ് കുട്ടികളെ ലൈഫിൻ്റെ വലിയ വലിയ ഫിലോസഫീസും എങ്ങനെ ജീവിക്കണം എന്നൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. ഇപ്പം എനിക്ക് അനുഭവമുണ്ട്. എൻ്റെ മോനൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഇവനിങ്ങനെ പറയും, നീ ടേൺ എടുക്കണം. അപ്പോൾ ഇവനിങ്ങനെ തള്ളി മാറ്റിയിട്ട് കുട്ടികൾ കയറിപ്പോവും. അപ്പോൾ ഇത് ആദ്യം കുറച്ച് കണ്ടു കഴിയുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇവനോട് പറഞ്ഞിട്ടുണ്ട് നീ ടേൺ എടുത്തേ കയറാവുള്ളൂ എന്ന്. അപ്പോൾ കൊച്ചു ഭയങ്കര പാവമായി പോകുന്നല്ലോ തോന്നി. ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു, നീ ടേൺ എടുക്കണതൊക്കെ ഓക്കെ, പക്ഷേ നിൻ്റെ ടേണിൽ വേറെ ആരെങ്കിലും വന്നാൽ നീ അവനോട് പറയണം, അല്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്ന് പറയണം, അമ്മ അതേ അവൻ എൻ്റെ ടേൺ എടുത്തു. ഇത് നമ്മൾ പിള്ളേരെ പഠിപ്പിക്കണം. അല്ലെങ്കിൽ എന്താ, ഈ കുട്ടികൾ ഈ സമൂഹത്തിൽ ജീവിക്കാൻ പറ്റണ്ടായിപ്പോൾ കഴിവ് ഈ പറയുന്ന ടേണൊന്നും എടുക്കാതെ ഭയങ്കര വയലൻ്റ് ആയിട്ടുള്ള ആളുകൾ ഉണ്ടാവുമല്ലോ. ഇപ്പം അത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് പലതരത്തിലുണ്ട്. നമ്മൾ ഈ ജയിലുകളിലേക്കൊക്കെ പോകുന്ന ആളുകളെ നോക്കി അറിയാം, അല്ലെങ്കിൽ ജുവനൈൽ ഡെലിൻക്വൻസിനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഒപ്പോസിഷണൽ ഡെഫിയൻ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത്തരം ചില ആളുകൾക്ക് ഈ പെയിനോ അല്ലെങ്കിൽ എമ്പതി എന്താണെന്നോ ഇതൊന്നും അവർക്ക് മനസ്സിലാവില്ല മറ്റൊരാളിലേക്ക് ആകുമ്പോൾ. അപ്പോൾ അവരെ നമ്മൾ ചിലപ്പോൾ റീസ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അത് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ. അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ തർക്കിച്ചിട്ടോ വഴക്കിട്ടിട്ടോ ഒന്നും കാര്യമില്ല. അവരെ കൃത്യമായി റിപ്പോർട്ട് ചെയ്യുക, അത് ഗവൺമെൻറ് സിസ്റ്റം ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്. ഇപ്പോൾ ഗുണ്ടാസ് എന്നൊക്കെ നമ്മൾ പറയുന്ന, അല്ലെങ്കിൽ നമ്മൾ ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഉണ്ടല്ലോ, ആൻറ്റി സോഷ്യൽ ബിഹേവിയേഴ്സ് ഉള്ള ആളുകളെ മാറ്റുക, സമൂഹത്തിൽ നിന്ന് മാറ്റുക, അവരെ റിസ്ട്രെയിൻ ചെയ്യുക, അവർക്ക് വേണ്ട റീഹാബിലിറ്റേഷൻ പ്രൊവൈഡ് ചെയ്യാം. അവരെ നമ്മൾ ശത്രുക്കളായിട്ടല്ല കാണുന്നത്. അത് അവർക്കൊരു പ്രശ്നമുണ്ട്, ആ പ്രശ്നത്തിനെ മാറ്റുക, അല്ലെങ്കിൽ സമൂഹത്തിന് അപകടകരമായിട്ടുള്ള മനുഷ്യരെ സമൂഹത്തിൽ നിന്ന് മാറ്റി താമസിപ്പിക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മൾ മെൻ്റൽ ഇൽനെസ് ഒക്കെ ഉള്ള ആളുകളെ നമ്മൾ പല ലെവലിലാണല്ലോ കെയർ ചെയ്യുക. ചിലരെ കമ്മ്യൂണിറ്റിയിൽ തന്നെ കൊണ്ടുവന്ന് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് ജോലിയൊക്കെ കൊടുക്കാൻ പറ്റുന്നവരായിരിക്കും. എന്നാൽ ചില ആളുകൾ മറ്റുള്ളവർക്ക് ഉപദ്രവമായിരിക്കും, അപകടമായിരിക്കും, മറ്റുള്ളവർ അവരുടെ കൂടെ നിൽക്കുന്ന ഡേഞ്ചർ ആയിരിക്കും. അപ്പോൾ അവരെ നമ്മൾ റീസ്ട്രെയിൻ ചെയ്യുക. അല്ലെങ്കിൽ റീസ്ട്രെയിൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരെ സെപ്പറേറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുക, അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യും എന്ന് പറയുന്നത് പോലെയാണ് ജയിലുകളെ നമ്മൾ കാണേണ്ടത്. ജയിലെന്ന് പറഞ്ഞാൽ ഒരു റീഹാബിലിറ്റേഷൻ അല്ലെങ്കിൽ അങ്ങനെ റിഫോർമേഷൻ സെൻറ്റേഴ്സ് ആണ്. പക്ഷെ നമ്മൾ കരുതുന്ന എന്താ, ഈവൻ പ്രശസ്തരായിട്ടുള്ള ഗവൺമെൻറ്റിലെ തന്നെ ജനപ്രതിനിധികൾ തന്നെ പറയണ കേൾക്കാറുണ്ട്, അയാൾ അകത്ത് കയറി കഴിഞ്ഞപ്പോൾ നല്ല സുന്ദരനായി തിരിച്ചു വന്നു, ഇവരൊക്കെ എന്തിനാ ജയിലിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ജയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിഫോർമേഷൻ സെൻറ്റർ. അവരെ അവിടെ ട്രെയിൻ ചെയ്യിക്കുകയാണ് സമൂഹത്തിൽ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന രീതിയിൽ അവരെ ട്രെയിൻ ചെയ്യിച്ച് സമൂഹത്തിലേക്ക് ഇറക്കാൻ പറ്റുന്നവരെ ഇറക്കുക, അല്ലാത്തവരെ ഇത് സമൂഹത്തിന് പറ്റുന്നവരല്ല, അപകടകാരികളാണ്, അവരെ സമൂഹത്തിന് അപകടം ഉണ്ടാവാതെ മാറ്റി പാർപ്പിക്കുക. ഇതാണ് ജയിലുകളുടെ ഉദ്ദേശം. അല്ലാതെ ജയിലിൽ കൊണ്ടുപോയി ഇട്ടിട്ട് അവിടെ ഭീകരമായിട്ടുള്ള പട്ടിണിക്കിടുക അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ല. അതായിരിക്കരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈവൻ അതുപോലുള്ള പ്രൊഫഷണൽ ക്രിമിനൽ സൈക്കോളജി ഒക്കെ പഠിച്ചിട്ടുള്ള പ്രൊഫഷണൽസ് ഉണ്ട്, അവരുടെയൊക്കെ സഹായം ഉപയോഗിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ജയിലുകളൊക്കെ. പക്ഷേ എത്രമാത്രം ആ രീതിയിലൊക്കെ ഒരു വിഷനോട് കൂടിയിട്ട് നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ കേരളത്തിൽ പ്രൊബേഷൻ എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പം അതൊക്കെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മുടെ മൊത്തത്തിൽ എനിക്ക് തോന്നുന്നു കുറേ അൺലേൺ ചെയ്യാനുണ്ട്. നമ്മൾ ലേൺ ചെയ്യല്ല, നമുക്ക് കുറേ കാര്യങ്ങൾ അറിയാം, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിൽ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ അൺലേൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമ്മൾ നന്നാവും. ഇപ്പോൾ ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ, ഒരു കല്ലിൽ നിന്ന് ഒരു ശില്പം ഉണ്ടാക്കണമെങ്കിൽ അതിലേക്കൊന്നും കൂട്ടിച്ചേർക്കണ്ട, ആവശ്യമില്ലാത്തൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞാൽ മതി. നമ്മുടെ സൊസൈറ്റിയിൽ അത് തന്നെയാണ് വേണ്ടത്. ആവശ്യമില്ലാത്ത കുറേ സാധനങ്ങളൊക്കെ മാറ്റിയാൽ നമ്മുടെ സൊസൈറ്റി നല്ല ഭംഗിയുള്ള ഒരു സൊസൈറ്റി ആയിട്ട് മാറും എന്നുള്ളതാണ് എൻ്റെ ഒരു തോന്നൽ. ഹോപ്പ്ഫുള്ളി അങ്ങനെ സംഭവിക്കുന്നുണ്ട് കേട്ടോ. മാറ്റം വന്നേ പറ്റുള്ളൂ. നമ്മൾ മാറാൻ കുറേ ആളുകൾ ഇങ്ങനെ സ്റ്റബേണായിട്ട് നിൽക്കുന്നവരൊക്കെ അങ്ങ് ഒലിച്ചു പോയി, അങ്ങനെയല്ലേ നമ്മൾ പറഞ്ഞിട്ടില്ലേ, പിന്നെ ഉറച്ചു നിന്നവർ ഒലിച്ചു പോയി, ചലിച്ചു നിന്നവർ ഇതായിരുന്നു. അങ്ങനെ
ആണ് സംഭവിക്കുക. മാറ്റങ്ങൾ മാറ്റങ്ങൾ ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാവട്ടെ. ഇപ്പൊ പ്രൊഫൈലിൽ ഞാൻ കണ്ടു DEI പ്രൊഫഷണൽ. എന്താണ് അതുകൊണ്ട് മീൻ ചെയ്യുന്നത് ആൻഡ് ഹൗ ഇസ് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്? അത് ഡൈവേഴ്സിറ്റി, ഇക്വിറ്റി ആൻഡ് ഇൻക്ലൂഷൻ എന്നാണ് നമ്മൾ സാധാരണ DEI എന്ന് പറഞ്ഞ് ഉപയോഗിക്കുന്നത്. അത് സമൂഹത്തിൽ ഇപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ച വിഷയങ്ങളൊക്കെ കൂടി ഒന്ന് കൺസോളിഡേറ്റ് ചെയ്യുകയാണെങ്കിൽ വ്യത്യസ്തരായിട്ടുള്ള മനുഷ്യരെ ഒന്നിച്ച് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ നമ്മുടെ ലോകം ഒരു യൂണിവേഴ്സൽ ഡിസൈനിലേക്ക് നമ്മുടെ ലോകത്തെ മാറ്റാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്ന, അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് ഈ DEI പ്രൊഫഷണൽ എന്ന് വേണമെങ്കിൽ ഒറ്റ വാക്കിൽ വേണമെങ്കിൽ പറയാം. ഇൻക്ലൂഷന് വേണ്ടിയിട്ടുള്ള സ്പേസ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മുടെ സമൂഹം ഡിസബിലിറ്റി ഉള്ള ആളുകൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് പ്രൊഫഷണൽസിന് അറിയാം. ഡിസബിലിറ്റി ഉള്ളവർക്ക് അവരുടെ റൈറ്റ്സിനെ കുറിച്ചൊക്കെ കുറേയൊക്കെ ധാരണയും, ഇപ്പോൾ RPWD ആക്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം, റൈറ്റ്സ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ടൊക്കെ വന്നു കഴിഞ്ഞപ്പം ആളുകൾക്ക് അവരുടെ പാരൻസിനൊക്കെ നല്ല ധാരണയുണ്ട്. ഇവിടെയുള്ള ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സ്കൂളുകൾ, കോളേജുകൾ അല്ലെങ്കിൽ ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ഇത്തരം ട്രെയിനിങ്ങുകളും സെമിനാറുകളൊക്കെ നടത്തുന്ന ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയോ? പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന് വേണ്ടി. RPWD ആക്ടിനെ കുറിച്ചൊരു ക്ലാസ് ഉണ്ടെങ്കിൽ അത് വിളിക്കുന്നത് മുഴുവൻ ഡിസബിലിറ്റി ഉള്ള അവരിതിനെക്കുറിച്ച് പഠിച്ച് മടുത്തു. ഇനി ഇത് പഠിക്കേണ്ടത് സമൂഹത്തിലുള്ളവരാണ്, ചുറ്റുമുള്ള മനുഷ്യരാണ്. പറയുന്ന ഡിസബിലിറ്റി എന്താണ്, അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരം ഡിസബിലിറ്റീസ് ഉണ്ട്. ഇപ്പം RPWD ആക്ട് പ്രകാരം 21 തരം ഡിസബിലിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കേണ്ടത് സമൂഹമാണ്. അത്തരം ആളുകളുടെ പ്രശ്നങ്ങളെ മനസ്സിലാക്കേണ്ടത് സമൂഹമാണ്. നമ്മുടെ സമൂഹത്തിനെ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റാൻ, ഇൻക്ലൂസീവ് എന്ന് പറയുന്നതിനേക്കാളും യൂണിവേഴ്സലായിട്ട് എല്ലാ ആളുകൾക്കും ആക്സസിബിൾ ആയിട്ടുള്ള ഒരു സ്പേസ് ആക്കി മാറ്റേണ്ട ഒരു ഉത്തരവാദിത്തം നമുക്കുണ്ട്. അപ്പോൾ അതെങ്ങനെ പറ്റും എന്നുള്ളതൊരു വലിയ ചോദ്യം തന്നെയാണ്. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ ഏരിയ അല്ലെങ്കിൽ അവരവരുടെ നാട്ടിലുള്ള മനുഷ്യരെ മനസ്സിലാക്കുക. അവിടെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസബിലിറ്റി ഉള്ളവർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ എന്താണ് അവരുടെ പ്രശ്നം എന്നുള്ളത് അറ്റ്ലീസ്റ്റ് ഒന്ന് ചോദിച്ച് മനസ്സിലാക്കാനും, പിന്നെ ചോദിക്കുമ്പോൾ നേരിട്ട് എന്താ നിൻ്റെ പ്രശ്നം എന്ന് ചോദിക്കുന്നതിന് പകരം ഇപ്പോൾ ഇഷ്ടംപോലെ റിസോഴ്സസ് അവൈലബിൾ ആണല്ലോ, പഠിക്കുക. പിന്നെ അവരോട് സംസാരിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ സ്ഥിരം കണ്ടുവരാറുള്ളതാണ്, ആ അമ്മേനെ സമ്മതിക്കണം കേട്ടോ, ആ അമ്മ ആ കുട്ടീനെ ഉണ്ടല്ലോ ഭയങ്കര സംഭവമാക്കിയോണ്ട് നിങ്ങൾ വലിയ അനുഗ്രഹം ചെയ്തതാണ്, ഇതുപോലൊരു മകനെ നോക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് കിട്ടിയല്ലോ. നോക്കൂ എത്ര ഏബിളിസ്റ്റിക് ആയിട്ടുള്ള കമൻ്റാണത് എന്നുള്ളത്. എത്ര സ്ട്രഗിളിലൂടെയാണ് ആ അമ്മ പോണേന്നുള്ളതിനെയൊക്കെ അങ്ങ് നെഗേറ്റ് ചെയ്തിട്ട് ഇവരെന്തോ വലിയ കാര്യം ചെയ്തു എന്നുള്ള രീതിയിലാണ് പ്രചരിപ്പിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല, അവർക്കും സാധാരണ മനുഷ്യർ ജീവിക്കണ പോലെ തന്നെ ജീവിക്കാനുള്ള ആഗ്രഹവും ഈ സ്ട്രഗിൾ ഒന്നും എടുക്കാതെ സമാധാനമായിട്ടിരിക്കണം എന്നുള്ള ആഗ്രഹമൊക്കെ അവർക്കും ഉള്ളവരാണ്. അതിനെ നമ്മളങ്ങ് വലിയ മഹത്വവൽക്കരിക്കുന്ന ഒരു സ്വഭാവം പലപ്പോഴും നമ്മുടെ നാട്ടിൽ കാണലുണ്ട്. അതൊക്കെ മാറ്റി വെക്കേണ്ട ആവശ്യമാണ്. അവരുടെ കാര്യങ്ങളിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന മിനിമം കാര്യം അത് അവരോട് ചോദിക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഓടിച്ചെന്ന് ഇപ്പോൾ ചില ആളുകളെ കണ്ടിട്ടുണ്ട്, വീൽ ചെയറിൽ ഒരാൾ വരുന്ന കണ്ടു കഴിഞ്ഞാൽ ഈ വീൽ ചെയർ യൂസേഴ്സൊക്കെ എപ്പോഴും പറയണ പരാതി അതാ, എവിടെയെങ്കിലും പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ 100 പേരുണ്ടാവും തള്ളിത്തരാൻ. ഒരിക്കലും ചെയ്യാൻ പാടില്ലത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ബിഫോർ എന്തെങ്കിലും നിങ്ങൾ ആരുടെ ആയാലും ഒരു അസിസ്റ്റീവ് ഡിവൈസ് ടച്ച് ചെയ്യുന്നത് അവരുടെ ശരീരത്തിൽ ടച്ച് ചെയ്യണ പോലെ തന്നെയാണ്. ഇപ്പം എൻ്റെ ഈ കണ്ണട ഇത് എൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്, മനസ്സിലായോ? എല്ലാവർക്കും ഡിസബിലിറ്റി ഉണ്ട്. ഇപ്പം കണ്ണട എന്ന് പറയുന്ന ഒരു ഡിസബിലിറ്റി ഉള്ളതുകൊണ്ട് വയ്ക്കുന്നതാണല്ലോ, കാഴ്ച ശരിക്കും ഇതല്ലാതെ. ഇത് പക്ഷേ ഒരു സ്റ്റൈൽ ഐക്കണാണ്. പക്ഷേ വീൽ ചെയർ ഒരു സ്റ്റൈൽ ഐക്കണായിട്ടൊന്നും ആരും കാണുന്നില്ല. അതെ, ഇതുപോലെ പരിചയത്തിലുള്ള ഒരു പെൺകുട്ടി പറയണ്ടായിരുന്നു, വീൽ ചെയർ എടുത്ത് കാറിൽ വെക്കാൻ ഹെൽപ്പ് ചെയ്തുകൊണ്ട് മാത്രം അതിന്റെ ഹാൻഡിൽ പ്രശ്നമായി പോയി എന്നുള്ളത്. അത് ഹാൻഡിൽ ചെയ്യാൻ അറിയാത്തവരാണ് കയറി പിടിക്കുന്നത്. അതെ, അതുകൊണ്ട് കൃത്യമായിട്ട് അവരോട് ചോദിക്കുക എന്നുള്ളത് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അവരോട് ചോദിക്കുക, നിങ്ങൾക്ക് ഞാൻ ഹെൽപ്പ് വേണോ? അവർ വേണമെന്ന് പറഞ്ഞാൽ മാത്രം നിങ്ങൾ ഹെൽപ്പ് ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ അവരിങ്ങോട്ട് ചോദിച്ചാൽ മാത്രം ഹെൽപ്പ് ഓഫർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾ വാച്ച് ചെയ്യുക. ഒരു അപകടം നമ്മൾ പറയും ഓക്കെ നോക്കണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനല്ല. ഇപ്പോൾ ഒരാൾ വീൽ ചെയറിൽ പോവാണ്, സൈഡിൽ ഒരു കുഴിയുണ്ട്, അത് അയാൾ കണ്ടില്ല, നമ്മൾ വാച്ച് ചെയ്തിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യുക. ഓക്കെ അവിടെ കുഴിയുണ്ട് കേട്ടോ, ഞാൻ ഹെൽപ്പ് ചെയ്യണോ? ഇതാണ് ഒരു മര്യാദയായിട്ടുള്ള അല്ലെങ്കിൽ വളരെ റെസ്പെക്റ്റ്ഫുൾ ആയിട്ടുള്ള ബിഹേവിയർ എന്ന് പറയുന്നത്. നമ്മൾ ഒന്നും ആർക്കും ചെയ്തു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വലിയ അപകടം ഉണ്ടാക്കാതെ ശല്യം ഉണ്ടാക്കാണ്ട് മാറി നിൽക്കുക എന്നുള്ളത് ചെയ്താൽ തന്നെ വലിയ കാര്യമാണ്. ഉപദ്രവം ഉണ്ടാക്കാണ്ട് ശല്യം ഉണ്ടാക്കാണ്ട് മാറുക എന്നുള്ളത്. കാരണം അവരങ്ങനെയാണ് പറയാം, എനിക്ക് ഇതൊന്നും ചെയ്തു തരേണ്ട ആവശ്യമില്ല, എനിക്ക് വേണ്ട അക്കോമഡേഷൻസ് നിങ്ങൾ ചെയ്തു തരാം, ബാക്കിയുള്ളത് ഞങ്ങൾ ചെയ്തോളാം, എന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ. അപ്പോൾ ഈ ഇൻക്ലൂഷനും വേറൊരു പ്രശ്നമുണ്ട്. ഇൻക്ലൂസീവ് സ്പേസ് എന്ന് പറയുമ്പോഴത്തേക്കും അതിനെന്താ ഫസ്റ്റ് ഫ്ലോറിൽ അവിടെ വീൽ ചെയറുകാർക്ക് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടല്ലോ, ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ അവിടെ സൗകര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറയും. അതല്ല ഇൻക്ലൂഷൻ. ഇൻക്ലൂഷൻ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലങ്ങളിലും വീൽ ചെയർ യൂസ് ചെയ്യുന്നവർക്ക് കയറാനുള്ള സൗകര്യം ഉണ്ടാക്കുക. എല്ലാ സ്ഥലങ്ങളിലും ഒരു ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് വേണ്ട ഇപ്പോൾ സെൻസിറ്റിവിറ്റി ആണെങ്കിൽ ഇപ്പോൾ ഇവിടെ തന്നെ ലൈറ്റുകൾ പലതരത്തിലുണ്ട്.
അപ്പോൾ ഒരു സെൻസറി ഇഷ്യൂ ഉള്ള ഒരാൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ലൈറ്റ് ഡിം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ വേണം. അതാണ് ടെക്നോളജിയുടെ ഒരു വലിയ സപ്പോർട്ട് എന്ന് പറയുന്നത്. ഇപ്പം പലതരത്തിൽ നമുക്ക് പല കളേഴ്സ് ഉപയോഗിക്കാൻ പറ്റുന്ന, പല തരത്തിൽ ഡിം ചെയ്യാൻ പറ്റുന്ന ലൈറ്റുകളൊക്കെ ഉണ്ട്. ഇതെന്തിനാന്ന് വെച്ചാൽ അത് ഭംഗിക്ക് വേണ്ടി മാത്രമല്ല, അത് അസിസ്റ്റീവ് ഒരു ടെക്നോളജി കൂടിയാണ്. ഒരു ന്യൂറോ ഡൈവേഴ്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഹെൽപ്പ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ ചിലർക്ക് സൗണ്ട് ഭയങ്കര പ്രശ്നമായിരിക്കും. അപ്പോൾ ഹെഡ്ഫോൺസ് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അങ്ങനെ ഇപ്പോൾ പല ആക്സസിബിലിറ്റി ഫീച്ചേഴ്സായിട്ട് വന്ന പല കാര്യങ്ങളും നമ്മൾ സാധാരണയായിട്ട് നമ്മുടെ ഫോണിൽ ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇപ്പം ട്രാൻസ്ക്രൈബ് പോലത്തുള്ള ആപ്പുകൾ, ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതൊരു അസിസ്റ്റീവ് ടെക്നോളജി ആയിട്ട് വന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ഇതിനെ മാറ്റിയെടുക്കുക എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞ ഒരു ഇൻക്ലൂഷൻ പ്രൊഫഷണലിൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നതും, അല്ലെങ്കിൽ അവരുടെ ഒരു വിഷൻ എന്ന് പറയുന്നതും ഈ സൊസൈറ്റിയിൽ എല്ലാവർക്കും ഈക്വലായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക, എല്ലാ മനുഷ്യർക്കും ഈക്വലായിട്ട് റിസോഴ്സസ് ഷെയർ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ എമ്പതിയോട് കൂടിയിട്ട് കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവാനുള്ളത് നമ്മുടെ ഒരു ബാധ്യതയാണ്, നമ്മുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് എടുക്കുക. അതാണ് പ്രധാനമായിട്ട് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഒരുപാട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ കൂടെ കടന്നു പോകുന്നവർ, അല്ലെങ്കിൽ അങ്ങനെയുള്ളവർ അസിസ്റ്റ് ചെയ്യുന്നവരൊക്കെ ആയിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. അപ്പോൾ ആർക്കെങ്കിലും ഒന്ന് റീച്ച് ഔട്ട് ചെയ്യണമെന്ന് തോന്നിയാൽ അവരെങ്ങനെയാണ് റീച്ച് ഔട്ട് ചെയ്യേണ്ടത്? ഹൗ ടു റീച്ച് ഔട്ട് ടു യു? ഇൻക്ലൂഷൻ്റെ സ്പേസിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ പലയിടത്തും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടൊക്കെ ക്ലാസ്സുകളും ഒക്കെ ചെയ്യലുണ്ട്. അതുകൂടാതെ ഇവിടെ 1-2 ഓർഗനൈസേഷൻസിൻ്റെ, ഇപ്പം എറണാകുളം ബേസ്ഡാണ്, ഞാൻ കാക്കനാടാണ് താമസിക്കുന്നത്. അപ്പം ഈ എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള 1-2 ഓർഗനൈസേഷൻസ് ഉണ്ട്. ഇപ്പം സഹൃദയ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. അത് അങ്കമാലി അതിരൂപതയുടെ കീഴിലുള്ള ഒരു NGO ആണ്. ഏതാണ്ട് 60 വർഷത്തോളം പഴക്കമുള്ള ഒരു NGO. അവിടെ ഒരു കൗൺസിലിംഗ് സെൻ്റർ ഉണ്ട്. ആ മിത്രം എന്നാണ് ആ കൗൺസിലിംഗ് സെൻ്ററിൻ്റെ പേര്. അപ്പോൾ അത് ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ ആ പ്രോജക്റ്റുകളൊക്കെ ഇപ്പം നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ ഇതുപോലെ സ്ത്രീകൾക്ക് ഫ്രീ ആയിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ഇതുണ്ട്. അതുപോലെ അവിടെ റീച്ച് ഔട്ട് ചെയ്യാം. അതുകൂടാതെ എൻ്റെ ഫേസ്ബുക്കോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഹാൻഡിൽസ് വഴി റീച്ച് ഔട്ട് ചെയ്യാം. DM ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വെറുതെ ഹായ് ഒക്കെ അയച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ പലപ്പോഴും കാണാറില്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ DM ചെയ്ത് ഒരാവശ്യമായിട്ട് മെസ്സേജായിട്ട് ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന, ലൈക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റുന്ന, പലപ്പോഴും റെഫർ ചെയ്യേണ്ട ആവശ്യം വരിക. ഇപ്പം ഞാൻ പ്രൊഫഷണലി ഈ പറയുന്ന ക്ലിനിക്കൽ RC അപ്രൂവ്ഡ് സൈക്കോളജിസ്റ്റ് ഒന്നും അല്ല. പക്ഷേ എനിക്ക് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾ ആരുടെ അടുത്താണ് പോകേണ്ടത്. ഇപ്പോൾ ഒരു പ്രശ്നമായിട്ട് എൻ്റെ അടുത്ത് വരുന്ന ഒരു പാരൻ്റ് ആണെന്നുണ്ടെങ്കിൽ, ഒരു സ്പീച്ച് ഡിലേ ആയിട്ട് ഒരു പാരൻ്റ് എൻ്റെ അടുത്ത് വരികയാണെന്നുണ്ടെങ്കിൽ, ആദ്യം പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഇത് നമ്മളും അവെയർ ആയിരിക്കണം. എല്ലാവരുടെ അടുത്തും എല്ലാ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്ന ആളുകൾക്കൊന്നും എല്ലാ പ്രശ്നങ്ങളും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ സൈക്കോളജിസ്റ്റ് പ്രൊഫഷണലി ക്വാളിഫൈഡ് ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. അതായത് നമ്മൾ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയുന്നത് RC അപ്രൂവ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ്. RC അപ്രൂവ്ഡ് ആയിട്ടുള്ള സൈക്കോളജിസ്റ്റുകളാണ് ഈ സ്ക്രീനിങ് ചെയ്യുന്നതും ഒക്കെ. അത്തരം കാര്യങ്ങളും അതിന് സൈൻ ചെയ്യാനുള്ള കപ്പാസിറ്റി RC അപ്രൂവ്ഡ് സൈക്കോളജിസ്റ്റുകൾക്കാണ് ഉള്ളത്. അതേസമയം ഇപ്പോൾ എന്നെപ്പോലുള്ള സൈക്കോളജിസ്റ്റുകൾ പലപ്പോഴും ഇത്തരത്തിൽ മാനസികമായിട്ടുള്ള വിഷമങ്ങളുള്ള, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് വരുന്നത്, അല്ലെങ്കിൽ ഈ ഡിസബിലിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് തന്നെ നിൽക്കുന്ന മറ്റ് മാനസിക പ്രശ്നങ്ങൾ, വിഷമങ്ങൾ, ആങ്സൈറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആണ് നമ്മൾ സാധാരണ ഹാൻഡിൽ ചെയ്യാറുള്ളത്. പിന്നെ ഈ പറയുന്ന ഒരു ടീമായിട്ട്, ഇപ്പോൾ തെറാപ്പിയുടെ ഒരു ടീമിൻ്റെ മെമ്പറും കൂടിയാണ് നമ്മളവിടെ, തെറാപ്പി സെൻ്ററുകളുടെയൊക്കെ ടീം മെമ്പർ കൂടിയാണ്. അത്തരത്തിലൊക്കെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പാരൻസ്, അത് ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് കേട്ടോ. പലപ്പോഴും പാരൻസ് RC അപ്രൂവ്ഡ് അല്ലാത്ത ഏതെങ്കിലുമൊക്കെ സൈക്കോളജിസ്റ്റുകളുടെ അടുത്തൊക്കെ പോയിട്ട് കുട്ടീനെ, പിന്നെ ഓട്ടിസം മാറ്റി കൊടുക്കാം, അങ്ങനെയൊക്കെ വന്ന് ചില ഇതുണ്ട്. ഇപ്പം ഓട്ടിസം മാറ്റി കൊടുക്കാം, ഡൗൺ സിൻഡ്രോം മാറ്റി കൊടുക്കാം എന്നൊക്കെ പരസ്യം കണ്ടാൽ ദയവ് ചെയ്ത് അത്തരം സ്ഥാപനങ്ങളിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. എവിടെ ചെല്ലുമ്പോഴും ഇവർ മെയിൻ സ്ട്രീമിൽ പഠിച്ചു വന്നിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റ് ആണോ? ഇപ്പം ഞാൻ PhD അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD എടുത്തിട്ടുള്ള ആളാണ് സൈക്കോളജിയിൽ. അത്തരത്തിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ റെഗുലർ സ്ട്രീമിൽ പഠിച്ചു വന്നിട്ടുള്ള ആളുകളാണോ എന്നുള്ളത് കൺഫേം ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് കടക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആസ് എ പ്ലാറ്റ്ഫോം ബിക്കമിങ്ങിൽ നമുക്കും ഉണ്ട് RCI ലൈസൻസ്ഡ് ആയിട്ടുള്ള ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകൾ ഇതുപോലെയുള്ള ഡയഗ്നോസ്റ്റിക് ടൂൾസ് വെച്ചിട്ട് കൃത്യമായിട്ട് അസസ്മെന്റ് കൊടുക്കുന്ന തെറപ്പിസ്റ്റുകൾ നമുക്ക് ഇവിടെയും അവൈലബിൾ ആണ്. അത് വലിയ കാര്യമാണ്. അത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പലപ്പോഴും ആളുകൾ ചെയ്യുന്നത് അങ്ങനെ അല്ലാതെ വരുന്നുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, അപകടം. കാരണം കൂടുതൽ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഡിസബിലിറ്റി ഉള്ള വ്യക്തികളും മാനസിക പ്രശ്നങ്ങളുള്ളവരും ഒക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇതിനകത്ത് റിസ്ക് എന്ന് പറയുന്നത് സെൽഫ് ഹാം ബിഹേവിയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ
അവരെ കൃത്യമായി സ്ക്രീൻ ചെയ്യുക, മെഡിസിൻ എടുക്കുക, സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഉത്തരവാദിത്തം. അതൊരു എത്തിക്കൽ കാര്യം കൂടിയാണ്, ഒരു എത്തിക്കൽ പ്രാക്ടീസ് കൂടിയാണ്. അത്തരത്തിൽ ഒരു അവയർനെസ് ഉള്ള ആളുടെ അടുത്തേ നിങ്ങൾ പോവാവുള്ളൂ. എന്ത് പ്രശ്നം കൊണ്ട് ചെല്ലുമ്പോഴും ഇത് ഞങ്ങൾ നോക്കിക്കോളാന്ന് പറയണവരെ ദയവ് ചെയ്ത് അങ്ങനെയുള്ളവരെ ഒഴിവാക്കുക എന്നുള്ളതാണ് എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്ത് പരിഗണിച്ചുകൊണ്ട്. അതെ, ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇറ്റ് വാസ് എ വെരി നൈസ് കോൺവെർസേഷൻ. താങ്ക് യു. അപ്പോൾ കീപ്പ് അപ്പ് ദി ഗുഡ് വർക്ക്. ഇനിയും ഒരുപാട് ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ഉണ്ടാക്കുന്നതിൽ ഒരുപാട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു.